നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ മിസ് എടുത്തിരുന്ന ചാപ്റ്ററിന്റെ പേര് ഒരു വലിയ ചാപ്റ്റർ നെയിം ആയിരുന്നു, അതുകൊണ്ട് ഇത്തിരി പാടായിരിക്കും പറയാൻ. മിക്സ്ചേഴ്സിന്റെ എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് വലിയ ചാപ്റ്റർ ആണ് എടുത്തത്. സെക്കൻഡ് ചാപ്റ്റർ ആണ് മിസ് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ മിക്സ്ചേഴ്സിന്റെ, അപ്പൊ നമ്മൾ എപ്പോഴും ആസ് യൂഷ്വൽ പറയുന്ന കാര്യം എന്താ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നോക്കിയിട്ടല്ലേ നമ്മൾ തുടങ്ങുക. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോവാം. ആദ്യം തന്നെ നമുക്ക് ആരെ വിളിക്കും സർ? വിനായക്. യെസ് ദാ. എന്താണ് മിക്സ്ചർ? ഓക്കെ, മിക്സ്ചർ എന്താ? Two or more substances are mixed where each substance retains its properties called a mixture. അടിപൊളി, സൂപ്പർ 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 ഡാ. ഓക്കെ, ആരും നമുക്ക് എക്സാമ്പിൾ പറഞ്ഞുതരും, മിക്സ്ചറിന് എക്സാമ്പിൾ പറഞ്ഞുതരും? സ്റ്റീവ്. മിക്സ്ചർ നീ ഉദ്ദേശിച്ച ഫുഡ് മിക്സ്ചർ. വേറെ എന്തെങ്കിലും കെമിക്കൽ സാധനങ്ങളും പോരട്ടെ? എന്താണ്? അൺപ്യൂർ ഗോൾഡ്. ഓക്കെ, അൺപ്യൂർ ഗോൾഡ്. ഓക്കേടാ, സൂപ്പർ. ഇനി നമുക്ക് എയർ മിക്സ്ചർ ആണോ എന്ന് ആരോട് ചോദിക്കും സർ? അദ്വൈത്, എയർ മിക്സ്ചർ ആണോ? യെസ് യെസ് യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ ക്വസ്റ്റ്യൻ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് എങ്ങനെ നീ പ്രൂവ് ചെയ്യും? Because air contains a lot of materials such as oxygen, nitrogen, and carbon. Okay, I mean an experiment to prove air consists of carbon dioxide. Okay, first state, അയ്യോ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നല്ലോ. എന്താണ്? ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. ആലോചിച്ചിട്ട് നിന്റെ മൈൻഡിൽ വന്ന് പറഞ്ഞു. Lime water. Yes, yes, yes. When we keep lime water in a petri dish, after some time the lime water turns milky white because of the presence of carbon dioxide. Okay, അടിപൊളിയാണ്, നീ കാര്യം പറഞ്ഞു. പക്ഷെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യുന്ന ടൈപ്പ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്ക്. നമ്മൾ ആദ്യം തന്നെ ഞാൻ മിസ് കളർ മാറ്റി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ആക്ടിവിറ്റി. ഓക്കെ, ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ സെയിം ആക്ടിവിറ്റി, ഒരു ലൈം വാട്ടർ എടുക്കുക, ആ ആക്ടിവിറ്റി മുഴുവൻ എഴുതുക. ഓക്കെ, ഒരു പെട്രി ഡിഷിൽ ടേക്ക് ലൈം വാട്ടർ, ആ കാര്യം മുഴുവൻ എഴുതുക. അത് നിങ്ങൾക്ക് പറ്റില്ലേ? ഇപ്പം പറഞ്ഞത് അറിയാലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ വേണം. ഓക്കെ, ഒബ്സർവേഷൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒബ്സർവേഷൻ വേണം. ഒബ്സർവേഷനിൽ എന്താ പറയാ? ലൈം വാട്ടർ ടേൺസ് മിൽക്കി, അത്രയല്ലേ ഉള്ളൂ ഒബ്സർവേഷൻ. പിന്നെ നമുക്ക് ഇവിടെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഒരു റിയാക്ഷൻ വരുന്നില്ല, ഓർമ്മ വരുന്നുണ്ടോ റിയാക്ഷൻ? മിസ് ചോദിക്കാം. ആൻഡ് ഒബ്സർവേഷനിൽ ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്നതിൻ്റെ ഒപ്പം ആ ഒരു റിയാക്ഷനും കൂടി എഴുതി വെക്കണം. ഓക്കെ, ഇത് 3 മാർക്സ് 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ടാണ് മിസ് ഒന്ന് പറഞ്ഞത്, ഒരു എക്സ്പെരിമെന്റിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി എഴുതുക, ഒബ്സർവേഷൻ എഴുതുക, ഒബ്സർവേഷൻ്റെ താഴെ റിയാക്ഷൻ എഴുതുക, ആഫ്റ്റർ ദാറ്റ് കൺക്ലൂഷൻ കൂടി എഴുതുക. ഓക്കെ, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, നേരെ എഴുതി വെച്ചാൽ ലൈക്ക് ലൈം വാട്ടർ എടുക്കുന്നു, പെട്രി ഡിഷിൽ എടുക്കുന്നു, അത് ഇതാകുന്നു, എല്ലാവരും ഉണ്ട്, ബട്ട് സ്റ്റെപ്പില്ല. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മിസ്സിനും നമുക്ക് മാർക്ക് കുറയ്ക്കാൻ തോന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് ആക്ടിവിറ്റി എഴുതുക, ഒരു ഒബ്സർവേഷൻ എഴുതുക, അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ് ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ എഴുതുക. ചിലതിൽ എക്സ്പെരിമെന്റ്സിൽ റിയാക്ഷൻ ഉണ്ടാവില്ല, സോ അത് എഴുതണ്ടാത്തതിന് എഴുതണ്ട. ആൻഡ് കൺക്ലൂഷൻ എഴുതുക. കിട്ടിയോ? അങ്ങനെ തന്നെ പോവാ കേട്ടോ. ആക്ടിവിറ്റീസ് കറക്റ്റ് മിസ് പേപ്പറിൽ നമ്മുടെ സ്ലൈഡിൽ തരുന്നുണ്ട്, ഏത് ആക്ടിവിറ്റീസ്. ടെക്സ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ്, പിന്നെയും അത് റെപ്ലിക്ക ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? സെറ്റ്, അടിപൊളി. അപ്പൊ ഇത് പറഞ്ഞു കാര്യം. അപ്പൊ ഇത് റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി വേറൊരു എക്സ്പെരിമെന്റും കൂടി ഉണ്ടല്ലോ, ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്. ആര് പറഞ്ഞു തരും? ദൃശ്യ. എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, എങ്ങനെ പ്രൂവ് ചെയ്യോടാ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ആയിരുന്നു. എടാ, റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ് അല്ലേ പോയുള്ളൂ, ആ ഒരു ക്ലാസ്സിന് റെക്കോർഡ് ക്ലാസ് ഇരുന്ന് കണ്ടാൽ മതി. ഓക്കെ, സെറ്റ് ആവണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സിനിമ മറ്റേ പാർട്ട് 1 കാണാണ്ട് വെബ് സീരീസ് സെക്കൻഡ് പാർട്ട് കണ്ട പോലെ ഇതിങ്ങനെ ഇരിക്കേണ്ടി വരും. അയ്യോ, ഇതെന്താ സംഭവിച്ചതെന്ന് അവിടെ ആയിരിക്കും മെയിൻ പാർട്ടൊക്കെ നടക്കുക. അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് ആര് പറഞ്ഞു തരും? ആമയ. ഓക്കേടാ, സൂപ്പർ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് എയറിൽ നിന്ന്, നീ എങ്ങനെ പ്രൂവ് ചെയ്യും? I will take a black chart paper and put it in my window, hang it over my window. Okay, അത് ആക്ടിവിറ്റി. അടിപൊളി, ആക്ടിവിറ്റി കിട്ടി. ഒബ്സർവേഷൻ എന്തായിരിക്കും? There will be dust on the black chart.
ഓക്കെ, തിൻ പാർട്ടിക്കിൾസ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് കൺക്ലൂഷനിൽ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സൂപ്പർ ഡാ. അപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇതിൽ റിയാക്ഷൻ ഒന്നുമില്ല, സിമ്പിളാ. ഓക്കെ, സെറ്റ്, അടിപൊളി. ഇനി ലാസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞ ടേബിൾ. അതിൽ ഒരു എണ്ണം മിസ് ചോദിക്കാം. കാർബൺ പാർട്ടിക്കിൾസ് ഇൻ എയർ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? ആര് പറഞ്ഞു തരും? ഉദിത്. കാർബൺ പാർട്ടിക്കിൾസ് ഇൻ എയർ യൂണിഫോം ആയിട്ടിരിക്കുകയാണോ നോൺ യൂണിഫോം ആയിരിക്കാം? യെസ് ദാ, ഗുഡ് ഈവനിങ്. എടാ, കാർബൺ പാർട്ടിക്കിൾസ് ഇല്ലേ, ചാരം എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് എയറിൽ ഇങ്ങനെ പോവുകയാണ്. അതിനെ നമ്മൾ യൂണിഫോം ആയിട്ട് പറയോ നോൺ യൂണിഫോം ആയിട്ട് പറയോ? ഓക്കെ എടാ, നോൺ യൂണിഫോം ആണ് കേട്ടോ. നോട്ടിൽ എഴുതിയവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നോൺ യൂണിഫോം ആണ് കേട്ടോ, മാറിപ്പോകരുത് കേട്ടോ. നോൺ യൂണിഫോം ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പറഞ്ഞത് പ്യുവർ കമ്പോണന്റ്. അതാര് പറഞ്ഞുതരും? പ്യുവർ കമ്പോണന്റ്. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് എന്താ? പ്യുവർ സബ്സ്റ്റൻസ് അങ്ങനെയാണോ പഠിക്കാം? ഓക്കെ, എന്താ ഒരു പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ വേറെ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഒറ്റ കൈൻഡ് ഓഫ് എലമെന്റ്. ഓക്കെ, അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒറ്റ കൈൻഡ് ഓഫ് എലമെന്റ് കൊണ്ടായിരിക്കും. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിനൊന്നും കിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കേടാ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള പരിപാടികൾക്കൊക്കെയാണ് പോകുന്നത്. പ്യുവർ കമ്പോണൻസിന്റെ കുറച്ച് കണ്ടിന്യൂവേഷൻ പാർട്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മിസ് ഒരു ചെറിയ ആക്ടിവിറ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ആക്ടിവിറ്റി 8.3 ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് മിസ് പറഞ്ഞുതരാം, എന്നിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ മിസ് ഇവിടെ നിന്നിങ്ങനെ പറഞ്ഞിട്ട് മറ്റേ കഥ പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കണ്ടു നോക്കാം നമുക്ക്. അതിന് മുന്നേ വേണ്ട കാര്യങ്ങൾ, ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ടെസ്റ്റ് ട്യൂബ് കണ്ടിട്ടില്ലേ? യെസ്, സൂപ്പർ. ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ഇരിക്കും, കുഞ്ഞിതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, മിസ് കൊണ്ടുവന്നിട്ടുണ്ട്, കാട്ടിത്തരാം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ട്. വാട്ടർ വെറുതെ വെക്കാൻ പറ്റില്ല, സോ ദാറ്റ് ഒരു ബീക്കറുണ്ട്. ഓക്കെ, പിന്നെ ബാറ്ററി ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കൊരു വീഡിയോ കണ്ട് നോക്കാം സാർ, അപ്പം അവർക്ക് കിട്ടും. അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മിസ് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാലോ സാർ. ഇടാം. 2 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് ട്യൂബിൽ 2 ടെസ്റ്റ് വാട്ടറിലേക്ക് മുക്കി വെക്കുവാണ്. ഓക്കെ, 2 ടെസ്റ്റ് ട്യൂബിലും വാട്ടർ എടുത്തു, ബീക്കറിലും വാട്ടർ എടുത്ത് മുക്കി വെച്ചു. ആൻഡ് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കാർബൺ റോഡാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബാറ്ററി പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കാർബൺ റോഡ്. അത് രണ്ടും ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. പോയി. ഓക്കെ, കയറ്റി വെച്ചു. ആ സമയത്ത് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് വെച്ചു. അത് മിസ് കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഇതെന്ത് ചെയ്തു? ജസ്റ്റ് പൊക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ കാണാമല്ലോ, ക്ലിയർ ആയിട്ട് കാണാം. ആൻഡ് ബാറ്ററി പാസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ബാറ്ററി മീൻസ് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു. കറണ്ട് പാസ് ചെയ്തപ്പോൾ 2 സൈഡിലും ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 2 സൈഡിലും ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങി. നമ്മൾ തൊടാതെ തന്നെ ആ ടെസ്റ്റ് ട്യൂബ് തിരിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കത്തിച്ചു നോക്കി. ഓക്കെ, ഒന്നുകൂടെ കാണണോ? യെസ്, ഒന്നുകൂടെ വെക്കാം മിസ്. ഓക്കെ, 2 ടെസ്റ്റ് ട്യൂബിലും വാട്ടർ എടുക്കുകയാണ്. വാട്ടർ എന്ത് ചെയ്തു? ഓക്കെ, എന്തൊക്കെയോ സംഭവിച്ചു, എവിടെയൊക്കെയോ സംഭവിച്ചു. ഓക്കെ, എന്താ കണ്ടതെന്ന് മനസ്സിലായത് പറ. നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ മിസ് ഇവിടെ നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ചാരു എന്താ കണ്ടത്? കാർബൺ റോഡ് വെള്ളത്തിൽ മുക്കി വെച്ചു. കറണ്ട് പാസ് ചെയ്യിപ്പിച്ചപ്പോ 2 എണ്ണം ഒരെണ്ണം ഓക്സിജൻ പുറപ്പെടുവിപ്പിച്ചു, മറ്റേത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓ, അതിലൊരു തെറ്റ് പറ്റി. ഓക്സിജൻ കറക്റ്റാ. വേറൊരാള് ഹൈഡ്രജൻ. അതെ, ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എങ്ങനെ ഈ ഹൈഡ്രജനും ഓക്സിജനും വന്നത്? ഇനി ഐഡിയ ആർക്കെങ്കിലും? ഓക്കെ, ചാരു പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ ഒരു എണ്ണത്തിൽ ഹൈഡ്രജൻ ഉണ്ടായി, ഒരെണ്ണത്തിൽ ഓക്സിജൻ ഉണ്ടായി. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ആര് പറഞ്ഞുതരും? യെസ്, എനി ഐഡിയ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? സ്റ്റീവിന് ഐഡിയ ഉണ്ട്, പറഞ്ഞോടാ.
സമയത്ത് ഈ ഓക്സിജൻ എല്ലാം വാട്ടറിൽ നിന്നല്ലേ വാട്ടറിൽ നിന്ന് വരുന്നത്, എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് വരുന്നു. ഓക്കെ അത് കൈ വെച്ച് കഴിഞ്ഞിട്ട് ലൈറ്റർ വെച്ചിട്ട് തീ വെക്കുമ്പം അത് ഓക്സിജൻ റിലീസ് ആകുമ്പോ തീരും. യെസ് 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 അടിപൊളിയാടാ, അടിപൊളി കേട്ടോ. ഇനി ആർക്കാ പറയാനുള്ളത് ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒബ്സർവേഷൻ? ആ സ്റ്റീവ് കഷ്ടപ്പെടുന്നുണ്ട്, എന്നെയാണ് വിളിച്ചത് വിചാരിച്ചു. അവനോടും കൂടെ ഒന്ന് ചോദിക്കാം, പാവം. ഓക്കേടാ, ഗുഡ് ഈവനിങ്. ഓക്കെ പറഞ്ഞോ. വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ സൂപ്പർ, അടിപൊളിയല്ല. ഓ അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ഓക്കെ മക്കളെ, മിസ് അവൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കേട്ടോ. രണ്ടുപേരും പറഞ്ഞത് സെയിം കാര്യം തന്നെയാണ്. അത് ഒരാൾ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു, ഒരാൾ ചുരുക്കി പറഞ്ഞു, ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിസ് എന്താ ചെയ്തത്? ഒരു ബീക്കർ എടുത്തല്ലേ, ഒരു ബീക്കർ എടുത്തു. ഓക്കെ, മിസ് കാണിച്ചു തരാം ബീക്കർ എടുത്ത കാര്യം. ഓക്കെ, ബീക്കർ എടുത്തു, ബീക്കറിൽ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ മുക്കി വെച്ചു അല്ലേ അല്ലേ. ഇതില് ഒരു സൈഡില് ഇവിടെ ഹൈഡ്രജൻ ഗ്യാസും ഈ സൈഡില് ഓക്സിജൻ ഗ്യാസും ആണ് ഉണ്ടായത്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി, മറ്റേ സൈഡിൽ ഓക്സിജൻ ഗ്യാസ് ഉണ്ടായി. ഓക്കെ, ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. അതിൻ്റെ റീസൺസ് ഇല്ലാത്തതുകൊണ്ടാണ് മിസ് പറയാത്തത്. എന്തുകൊണ്ടാണ് ഒരു സൈഡിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരിക? ഓക്കെ, അതൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരു സൈഡിൽ ഓർത്താൽ മതി, നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവും. അതിന്റെ കാരണം എന്താ? അവൻ പറഞ്ഞത് തന്നെ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ എന്താ? വാട്ടർ കെമിക്കലി എന്താ മക്കളെ? ആര് പറയും വാട്ടർ എന്താ? വാട്ടർ എന്താന്ന് ആര് പറഞ്ഞുതരും? വാട്ടറിന് എന്താ വിളിക്കാന്ന് പറയും സാർ? ഓക്കെ, തനുത്ര എന്താ വിളിക്കുക വാട്ടറിനെ? H2O. അപ്പൊ കണ്ടോ ഇവിടെ എന്തുണ്ട്? ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടർ ആണ് അല്ലേ? വാട്ടർ ആണ് നമ്മൾ ബീക്കറിൽ എടുത്തിരിക്കുന്നത്, എല്ലാത്തിലും എടുത്തിരിക്കുന്ന വാട്ടർ ആണ്. സോ ഈ വാട്ടർ ആണ് എന്ത് സംഭവിച്ചത്? ഈ വാട്ടറിൽ എന്തുണ്ട്? എച്ച് ഉണ്ട്, ഓക്സിജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അത് രണ്ടുമാണ് ആ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിലേക്ക് പോയത്. കിട്ടിയോ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസും ഉണ്ടാകും. മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ എന്നാണ്. അതായത് രണ്ട് ടെസ്റ്റ് ട്യൂബ് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഈ രണ്ട് ടെസ്റ്റ് ട്യൂബിലും ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആണോ കൂടുതൽ ഉണ്ടാവുക, ഓക്സിജൻ ആണോ നോക്കിയിട്ട് പറയാം. ആരെ വിളിക്കും സാർ? ഋഷികക്ക് എന്ത് തോന്നുന്നു? യെസ്, ഒന്ന് ഉറപ്പിക്കോ? ഓക്കേടാ, ഇവിടെ നോക്കിയാൽ ക്വാണ്ടിറ്റി കാണാൻ പറ്റുന്നുണ്ട്. വേറെ കളർ ഇട്ട് കാണിച്ചു തരാം. വൈറ്റില് നമുക്ക് റെഡ്. ഓക്കെ, ഇവിടെ എത്രയുമുണ്ട്. ആൻഡ് ഇങ്ങനെയല്ലേ നമ്മൾ ക്വാണ്ടിറ്റി വെക്കുക? കൂടുതൽ ബാക്ക് തിരിച്ചു വെച്ചതുകൊണ്ട് ഡൗട്ടൊന്നും തോന്നണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാവും. ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ കുറെ ഡബിൾ ആണ് അല്ലെ? ഓക്സിജന്റെ ക്വാണ്ടിറ്റിയിലും ഡബിൾ ആണ്. ഒന്ന് നോക്കിയാൽ മതി. H2 ഉണ്ട്, ഒരു ഓക്സിജനേ ഉള്ളൂ. അതാണ് അതിന്റെ റീസൺ, വേറെ ഒന്നുമല്ല. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. ഓക്കെ അല്ലേ? വാട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും. അപ്പൊ ഹൈഡ്രജൻ കൂടുതലുണ്ടാവും. രണ്ട് ഹൈഡ്രജൻ അവിടെ ഉള്ളതുകൊണ്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ടാവും, ഡബിൾ ഓഫ് ഓക്സിജൻ ഉണ്ടാവും. ഓക്കെ, കിട്ടിയോ? കിട്ടിയോ? യെസ്, സൂപ്പർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയുടെ ഒബ്സർവേഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. To test the gas present in two test tubes, bringing a burning candle near the mouth of each test tube. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ മക്കളെ. അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഗ്യാസുകൾ കിട്ടി, ഹൈഡ്രജൻ ഗ്യാസും കിട്ടി, ഓക്സിജൻ ഗ്യാസും കിട്ടി. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഹൈഡ്രജൻ ഉണ്ടായത്, ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഓക്സിജൻ ഉണ്ടായത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, കൺഫർമേഷൻ കിട്ടണം. സോ ആര് പറഞ്ഞുതരും? ഹൈഡ്രജനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബേണിംഗ് കാൻഡിൽ എടുത്ത് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? കാൻഡിൽ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കുന്ന ആര് പറഞ്ഞു തരും? പ്രണവിന് എന്ത് തോന്നുന്നു? അത് കത്തും. ഓക്കെ, ഓക്സിജൻ ആണെങ്കിലോ? കത്തും. ഹൈഡ്രജൻ ആണെങ്കിലും കത്തും, ഓക്സിജൻ ആണെങ്കിൽ കത്തും. അങ്ങനെയാണോ? കൂടുതൽ കത്തും, ഹൈഡ്രജൻ കുറച്ച് കത്തുന്നോ? അങ്ങനെ ആലോചിച്ച് നോക്കിട്ടെ. ഹൈഡ്രജൻ ഞാൻ കഴിഞ്ഞ 8th കമ്പഷൻ ഫ്ലെയിം ഉണ്ടായപ്പോൾ ഈ ഭാഗത്തൊക്കെ വല്ലതൊക്കെ കേട്ട ഓർമ്മയിട്ടേക്കും പറഞ്ഞുതരാൻ പറ്റും. ആ ചാപ്റ്ററിലൊക്കെ കുറെ പേര് ഇരിപ്പുണ്ടായിരുന്നേ, അതുകൊണ്ട് വെച്ചതാ. ഓക്കെ, പോട്ടെ.
നമുക്ക് ആ ചാപ്റ്റർ വേണ്ട, കാര്യം നമ്മൾ പഴയതാണ്. ഓക്കെ, വിട്ടുകളാ. ഓക്കെ, ഹൈഡ്രജൻ എങ്ങനെ കത്തുന്ന ആര് പറഞ്ഞു തരും? ഹൈഡ്രജന്റെ കത്തല്, ഓക്സിജൻ കത്തും, ശരിയാണ്. ഓക്സിജൻ ഈസ് നെസസറി ഫോർ ബേണിങ് അല്ലേ? ബേണിങ്ങിന് ഓക്സിജൻ വേണം. സോ ഓക്സിജൻ എന്തായാലും ഒരു തീ ആളിക്കത്താന്ന് പറയില്ലേ, ആളിക്കത്തിക്കുക, ആ പരിപാടിയാണ് ഓക്സിജൻ ചെയ്യുക. സർ ശരിയാണ്. ഓക്കെ, ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നതാണ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ. സയൻസ്. ഓക്കെ, സയൻസ്. ഓക്കേടാ. ഗുഡ് ഈവനിങ്. എല്ലാരും പറഞ്ഞു, ഗുഡ് നൈറ്റ് നിങ്ങളും പറഞ്ഞിട്ട് പോവാട്ടോ. ഓക്കെ, പറഞ്ഞോ, എന്ത് സംഭവിക്കുമായിരിക്കും? ഹൈഡ്രജൻ കത്തും. എങ്ങനെയാ കത്താന്നറിയോ? ഇല്ല. ഓക്കെ മിസ് തന്നെ പറഞ്ഞുതരാം മക്കളെ. പോപ്പ് അപ്പ് സൗണ്ട്, ഹൈഡ്രജൻ കത്തുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, പോപ്പ് അപ്പ് സൗണ്ട് എന്ന് പറയും കേട്ടോ. ഓക്കെ, ആ സൗണ്ടിന്റെ പേര് പഠിച്ചു വെച്ചാൽ മതി. പോപ്പ് സൗണ്ട് എന്ന്. ഓക്കെ, പോപ്പ് സൗണ്ട് മറ്റേ പാട്ടിന്റെ പോപ്പ് അല്ല കേട്ടോ. പോപ്പ് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പോപ്പ് സൗണ്ട് കേട്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഇറ്റ് ഈസ് ഹൈഡ്രജൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഒരു എക്സ്പ്ലോഷന് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ഇത് കുറച്ചല്ലേ ഉണ്ടാവുന്നുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എക്സ്പ്ലോഷൻ ഒന്നും സംഭവിക്കില്ല. സോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പോപ്പ് സൗണ്ട് ഉണ്ടാകും, അങ്ങനെയായിരിക്കും അത് കത്തുക. ഓക്കെ, കിട്ടിയോ? ഹൈഡ്രജൻ ആണെങ്കിൽ അങ്ങനെ വരും. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അതർ ടെസ്റ്റ് ട്യൂബിൽ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ദ ബേണിംഗ് കാൻഡിൽ വിൽ ഗ്ലോ ബ്രൈറ്റർ, ഇതിലൂടെ ബ്രൈറ്റർ ആയിട്ട് നിന്ന് കത്തുന്നു. ആൻഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഗ്യാസിനെ നമുക്ക് കൺഫേം ചെയ്യാം. ആക്ടിവിറ്റിയുടെ നമ്പറും കൂടി എഴുതി വെക്കണം കേട്ടോ, അല്ലാണ്ട് ഇത് വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആക്ടിവിറ്റി പറഞ്ഞിരുന്നു. 8 ഏതായിരുന്നു നോക്കിയിട്ട് പറയാം. 8.3 കൂടെ എഴുതിയിട്ട് വേണം കേട്ടോ എഴുതാൻ. അപ്പോൾ 8.3 ടെക്സ്റ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബേണിംഗ് ക്യാൻഡിലിനെ കൊണ്ട് പ്ലേസ് ചെയ്യിപ്പിച്ചു. ബേണിംഗ് ക്യാൻഡിൽ വെച്ച സമയത്ത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പോപ്പ് സൗണ്ട് കേട്ടു. ദാറ്റ് പോപ്പ് സൗണ്ട് മീൻസ് ഇറ്റ്സ് ഹൈഡ്രജൻ. ആൻഡ് മറ്റേ ടെസ്റ്റ് ട്യൂബിൽ ഇത്തിരി ചെറിയൊരു തീയായിരുന്നു, ബട്ട് ഇറ്റ് ബ്രൈറ്റൻ ആയിട്ട് കത്തി. ഇത്തിരിയുടെ സ്പീഡിൽ ആളിക്കത്താന്ന് മലയാളത്തിൽ പറയില്ലേ, അതേപോലെ കത്തി. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഓക്സിജൻ. കിട്ടിയോ? ഇനി ഇതിലൊരു റിയാക്ഷൻ കൂടിയുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ഇതറിയാലോ, വാട്ടർ എന്ന് പറയുന്നത് ഗിവ്സ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. തിരിച്ചെഴുതി വെക്കരുത്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ എന്നല്ല കേട്ടോ. ഈ റിയാക്ഷനിൽ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഈ റിയാക്ഷനിൽ ആദ്യം നമ്മൾ വാട്ടറിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ, ഇങ്ങനെ തന്നെ എഴുതണം, അല്ലാണ്ട് തിരിച്ചെഴുതി വെക്കരുത്. ഓക്കെ, എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് തിരിച്ചൊന്നും എഴുതി വെക്കരുത്. ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ആര് പറഞ്ഞു തരും? മനസ്സിലായ കാര്യം ആര് പറഞ്ഞു തരും? വേദ് തന്നെ പറഞ്ഞുതരും. യെസ് ദാ, നിനക്ക് എന്താ ഈ എക്സ്പെരിമെന്റ് ഇത് മനസ്സിലായത്? ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി മൊത്തത്തില്. ഒരു ക്യാൻഡിൽ എടുത്തിട്ട് 2 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തിട്ട് അതിന്റെ അടുത്തോട്ടുണ്ട്. ഓക്കെ, പോപ്പ് സൗണ്ട് ഉണ്ടാക്കുമെങ്കിൽ അത് ഹൈഡ്രജൻ ആണ്. യെസ്. അത് കൂടുതൽ പെയിന്റ് ചെയ്യുന്നത് ഓക്സിജൻ. ഓക്കേടാ, അടിപൊളി, സൂപ്പർ. അപ്പൊ ഇത് കിട്ടിയോ മക്കളെ? ഒബ്സർവേഷൻ കൺക്ലൂഷൻ ഒക്കെ കിട്ടിയില്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് പറയാം? അടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ മിസ് പറഞ്ഞു. ഇവർ ആക്ച്വലി പ്യുവർ കമ്പോണന്റ് ആണോ, പ്യുവർ സബ്സ്റ്റൻസ് ആണോ എന്നാണ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ വാട്ടറിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ? ആര് പറയും? അമീൻ. യെസ്, പറയടാ. പ്യുവർ സബ്സ്റ്റൻസ് ആണോ ഹൈഡ്രജനും ഓക്സിജൻ ഒക്കെ? അല്ല, വാട്ടർ മിക്സ്ചർ ആണെന്നാണ് നീ പറയുന്നത്. ഇതുണ്ട്, അപ്പൊ വാട്ടർ മിക്സ്ചർ ആണല്ലേ? ഓക്കെ, പിന്നെ അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ അതിന്റെ പ്യുവർ ആയിട്ടുള്ള കമ്പോണൻസ് അല്ലേ? പ്യുവർ ആയിട്ടുള്ള നമ്മുടെ സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ട് നമ്മുടെ മിക്സ്ചർ ഉണ്ടാവുന്നതാണ് നീ പറയുന്നത്. ഇത് അവൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ആർക്കൊക്കെ തോന്നുന്നു വാട്ടർ മിക്സ്ചർ ആണ്, വാട്ടർ ഒരു മിക്സ്ചർ ആണ്? ശരിയാണെന്ന് കുറെ പേര്, തെറ്റാണെന്ന് കുറെ പേര്, ഒന്നുമില്ല ദിങ്ങിയിരിക്കുന്ന കുറെ പേർ. ഓക്കെ, നമുക്ക് അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വാട്ടർ മിക്സ്ചർ ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും എടുത്ത് നോക്കാം, എന്നിട്ട് വാട്ടറിലേക്ക് വരാം കേട്ടോ മക്കളെ. യെസ്, ഡൗട്ട് ഉണ്ടോ? നമുക്ക് ചോദിക്കാം ഡൗട്ട്. സ്റ്റീവ് പറയടാ. ടെസ്റ്റ് ട്യൂബില് മുക്കാൽ ഭാഗം വെള്ളമല്ലേ? യെസ്. ഹൈഡ്രജനും ഓക്സിജനും ആവാത്ത അത് മൊത്തം എന്തുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും ആവാത്തെന്നോ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യടാ നീ, അപ്പൊ വരും.
കൂടുതൽ കൊടുത്താൽ കൂടുതൽ വരും. ആ ടെസ്റ്റ് ട്യൂബിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സർക്യൂട്ട് ഫിൽ ചെയ്താൽ സെറ്റ് ആവും. നമ്മളിപ്പോ ഒരു നല്ലോണം വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തുള്ള എല്ലാ വെള്ളം ഡിസപ്പിയർ ആവും. എന്ത് ഡിസപ്പിയർ? എന്ത് ഗ്യാസ് ഡിസപ്പിയർ ആവുന്നോ? എല്ലാം ഗ്യാസ് ആവുന്നോ? എല്ലാ ഇലക്ട്രോളൈസിസ് അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറെ മെക്കാനിസംസ് ഉണ്ട്. നീ എന്തോ ഉദ്ദേശിച്ചു? ഭയങ്കര അധികം വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം ഗ്യാസ് ആയിട്ട് മാറും. യെസ് ഇലക്ട്രോളൈസിസ് ഓഫ് വാട്ടർ ആവും. അത് ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൈഡ്രജനിലൊക്കെ ഓടിക്കുന്ന അല്ലെങ്കിൽ വാട്ടറിൽ ഓടിക്കുന്ന വണ്ടിയൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ജീവനോടെ ഉണ്ടോന്നും കൂടെ അറിയില്ല, അത് വേറെ കാര്യം. ഓക്കെ, അതിൻ്റെയൊക്കെ റീസൺ ഇങ്ങനെയാണ്. ഈ ഇലക്ട്രോലൈസിസ് ഒക്കെ ചെയ്ത് സംഭവം നിങ്ങൾ ഫ്യൂച്ചറിൽ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് സുഖമാണ് വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാം. ഇതേപോലെ പെട്രോളിനൊന്നും വില കൂടില്ലല്ലോ, വെറുതെ വെള്ളം എടുക്കുന്നു ഒഴിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യം ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ ഈ പറഞ്ഞത്? റെഡി, സൂപ്പർ. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ആവുമെന്ന് പറഞ്ഞു. വാട്ടർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും കാര്യത്തിലേക്ക് പോവാം. എന്നിട്ട് വാട്ടർ മിക്സ്ചർ ആണോ അല്ലയോ എന്നൊക്കെ നോക്കാം. കുറേ പേര് പല അഭിപ്രായം പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ പറയുന്നത് എലമെന്റ്സ് ആണെന്ന് കേട്ടോ. പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. പ്യുവർ സബ്സ്റ്റൻസിന്റെ വേറൊരു ഭാഗമാണ് എലമെന്റ്സ്. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. അത് എങ്ങനെയാ വരുന്നതെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, എലമെന്റ്സ് ഇതിപ്പോ ഇങ്ങനെ പോവാം. The two substances hydrogen and oxygen formed are pure substances and are termed as elements. Okay, ഇവിടെ രണ്ട് സബ്സ്റ്റൻസ് ഫോം ചെയ്തു, ഹൈഡ്രജനും ഫോം ചെയ്തു, ഓക്സിജനും ഫോം ചെയ്തു. ഇവർ ആക്ച്വലി പ്യുവർ സബ്സ്റ്റൻസും ആണ്. അതേപോലെ തന്നെ എലമെന്റ്സ് എന്നാണ് അവരെ പറയാ. നിങ്ങൾ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതിലിങ്ങനെ H O എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അവരൊക്കെയാണ് അവരെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവർക്കൊക്കെ എത്തുമ്പോഴേക്കും ലൈക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്, ആ സ്റ്റേജ് ഒക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ആണ് അവര്. ആൻഡ് അവരെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ്. ഓക്കെ, ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നും പറയും, എലമെന്റ്സ് എന്നും പറയും. കിട്ടിയോ? രണ്ടുപേരും നമുക്ക് പറയാം. ഓക്കെ, അടിപൊളി. ആൻഡ് ഈച്ച് എലമെന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ആറ്റംസ് വന്നിട്ടുണ്ട് നമുക്ക്. ആറ്റംസ് എന്താ? ആര് പറഞ്ഞ ഒരു ആറ്റംസ്? യെസ്, ആര് പറഞ്ഞ ആറ്റംസിനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹരിനന്ദ, എന്താ ആറ്റം എന്ന് തോന്നുന്നേ? ആറ്റം എന്തോ ആണ്. യെസ്, ഹരിനന്ദ. യെസ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ്. യെസ്. എടാ, മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അല്ല, ഏറ്റവും ടൈനി ആയിട്ടുള്ള, ഏറ്റവും ചെറിയ ഇതാണ് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ ശരിക്കും 9th പഠിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ടൈനി പാർട്ടിക്കിൾസ്. ഇത് വെച്ചിട്ടാണ് മൊത്തം സറൗണ്ടിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ ആറ്റംസിനെ പറ്റി? ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എലമെന്റ്സ് എന്ന് പറയുന്നതും ആറ്റംസ് കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഹൈഡ്രജൻ എലമെന്റ് ആണെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് കൊണ്ടാണ് ആ ഹൈഡ്രജൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈഡ്രജന്റെ ചെറിയ ആറ്റംസ് വെച്ചിട്ടാണ് മൊത്തത്തിൽ ആ ഒരു എലമെന്റ് ഉണ്ടാവുന്നത്. കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. കാർബൺ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ കാർബൺ ആറ്റംസ് വെച്ചിട്ടാണ്. ഓക്കെ, കിട്ടിയോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദീസ് പാർട്ടിക്കിൾസ് ആർ ഡിഫറെന്റ് ഫ്രം ദ പാർട്ടിക്കിൾസ് ഓഫ് എനി അതർ എലമെന്റ്. അപ്പോൾ ഇപ്പൊ കാർബണും ഹൈഡ്രജനും വേറെ അല്ലേ? അല്ലേ? ഓക്സിജനും ഹൈഡ്രജനും വേറെ അല്ലേ? സോ ദാറ്റ് നമുക്ക് എന്താ പറയാം, ഓരോ എലമെന്റ്സും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരു എലമെന്റ് ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, അത് ആലോചിച്ച് കിട്ടുന്നതാണ്. ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ സൾഫർ എലമെന്റ് ആണ്, ആ എലമെന്റ് സൾഫർ മാത്രമായിരിക്കും, സൾഫറിന്റെ സ്വഭാവം മാത്രമേ കാണിക്കുള്ളൂ. ഹൈഡ്രജന്റെ സ്വഭാവം മാത്രമേ കാണിക്കുള്ളൂ. സോ അവരെല്ലാവരും സെപ്പറേറ്റ് ആണ്. അതായത് എല്ലാ എലമെന്റ്സും ഡിഫറെന്റ് ആണ്. ഓക്കെ, കേൾക്കുമ്പോൾ എല്ലാവരും എലമെന്റ് അല്ലേ എന്ന് വിചാരിക്കരുത്, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, കിട്ടിയോ? 3 പോയിന്റ്സ് കിട്ടിയോ? യെസ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡൗട്ട് വയ്ക്കാം. എലമെന്റിന്റെ ഡെഫിനിഷൻ പഠിക്കണ്ടേ നമുക്ക്? സോ എലമെന്റിന്റെ ഡെഫിനിഷൻ ഇതാണ്: എലമെന്റ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് cannot be further broken down into similar substances. അപ്പോൾ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനിയും ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് സിംപ്ലർ ആയിട്ട്, അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് ഹൈഡ്രജൻ ഇറ്റ്സ് ആൻ എലമെന്റ്, ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ ചെറുതൊന്നുമില്ല. ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് കൊണ്ടാണ് ഹൈഡ്രജൻ ഉണ്ടാക്കിയത്. ഹൈഡ്രജനിലും താഴെ വേറെ ഒന്നുമില്ല. ഇപ്പൊ വാട്ടറിനെ മിസ് പറഞ്ഞു, വാട്ടറിന് നമുക്ക് ചെറുതാക്കിയാൽ ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. സോ ഹൈഡ്രജനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
ഓക്കെ, ഹൈഡ്രജൻ അത് തന്നെയാണ് ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം, പിന്നെയും ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് വേറെ സിംപ്ലർ സബ്സ്റ്റൻസസ് ഒന്നും മേക്ക് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ മാറ്റർ. അപ്പോൾ ഈ എലമെന്റ്സ് വെച്ചിട്ടാണ് ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബലൂൺ എടുത്ത് ഒരു കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് നിറച്ചു എന്നുണ്ടെങ്കിൽ അതിലുള്ളിലുള്ള ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് മിസ് നിറച്ചത്. സോ ദാറ്റ് അത് ഫുൾ എന്തായിരിക്കും, ഹൈഡ്രജൻ കൊണ്ട് മേക്ക് ചെയ്തതായിരിക്കും. ഓക്കെ, ആ ഒരു എലമെന്റ് ആയിരിക്കും ഫുൾ ഉണ്ടാവുക. സോ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ എല്ലാവരും അതേപോലെ പല പല എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഫൈൻ. സം അതർ എക്സാമ്പിൾസ് ആർ ഗോൾഡ്, സിൽവർ, സൾഫർ, കാർബൺ. ഇതൊക്കെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിലും പഠിച്ച ആൾക്കാരാണ്. അവരെ നമ്മൾ ഒത്തിരി കൂടെ ചെറുതാക്കി പറയാണ് എലമെന്റ്സ്. ഓക്കെ, കിട്ടിയോ? ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസിൽ പഠിച്ച കാര്യം തന്നെയാണ്. അതിൽ ഇത്തിരി ഡിഫൈൻഡ് ആയിട്ട് പറയുന്നു എന്നുള്ളൂ. ഏറ്റവും സിംപ്ലർ സബ്സ്റ്റൻസസ് ആക്കി മാറ്റി പറയുന്നു എന്നുള്ളൂ. ഇനി അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. ഏറ്റവും ചെറുത് എലമെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വാട്ടർ കഴിഞ്ഞിട്ടില്ല, വാട്ടറിനെ നമുക്ക് ചെറുതാക്കി ഹൈഡ്രജൻ ആക്കാം, ഓക്സിജൻ ആക്കാം. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇനിയും ചെറുതാക്കി കാർബൺ ആക്കാം, ഓക്സിജൻ ആക്കാം. ബട്ട് അതേപോലെ ഈ കാർബണിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഈസ് ദ മാക്സിമം ലിമിറ്റ്. അവിടെ എത്തി നമ്മൾ. സോ അവരെ നമ്മൾ പറയുന്നു എലമെന്റ്. കിട്ടിയോ? യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ളവർ ഫസ്റ്റ് ആൻഡ് ദിസ് പഠിച്ചേക്കൂ. 2 പോയിന്റ്സും പെട്ടെന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ആർക്കാണ് ഡൗട്ട്? യെസ്, പറഞ്ഞോടാ, ഡൗട്ട് എന്തായിരുന്നു? ഹൈഡ്രജൻ ഫയർ ക്രാക്കേഴ്സിൽ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തോന്നുന്നു. മിക്കതും കളേഴ്സിലൊക്കെ വേണ്ടിയിട്ടാ ചൂസ് ചെയ്യാറ്. പോപ്പപ്പ് ചെയ്യുന്നോണ്ടാണോ? ഡിപ്പെൻസ്. ചിലപ്പോൾ ഉണ്ടാവണം, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പല എലമെന്റ്സും മിക്കതും കളറിങ് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ക്രോമിയം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ സിൽവറിൻ്റെ ഒക്കെ പൊടി കളേഴ്സ് ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാടാ ഞാൻ. ഓക്കെ, യെസ്. ആർക്കാണ് ഡൗട്ട്? ഓക്കേടാ, നിന്റെ ഡൗട്ട് എന്താണ്? ഈ എലമെന്റ്സ് നമുക്ക് മോളിക്യൂൾസ് ആയിട്ടും ഇലക്ട്രോൺസും ന്യൂട്രോൺസ് ഒക്കെ ആയിട്ട് ചെറുതാവില്ലേ? ഓക്കെ, ആറ്റംസിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റൂലേ? പറ്റും. ഓക്കെ, എന്നാലും അതിനെ നമുക്ക് അങ്ങനെ മിസ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണ്. ഓക്കെ, അത് ഭയങ്കര പെർട്ടിക്കുലർ ഏരിയ അല്ലേ, നീ അവിടേക്ക് എത്തി. ഇപ്പൊ ആറ്റം വരെ എത്തി നിന്നാൽ മതി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ആറ്റം വെച്ചിട്ട് നിൽക്കാം നമുക്ക്. കാരണം ഇത് ഇത്തിരിയുടെ മുന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇലക്ട്രോൺസും ന്യൂട്രോൺസും നമ്മൾ പഠിക്കുള്ളൂ. അതുകൊണ്ട് എത്തട്ടെ, നീ ആദ്യം തോക്കിക്കേറി വെടിവെക്കല്ലേ. ഓക്കെ, ആരാണ് പറയാനുള്ളത്? വിനായക്. പഠിച്ചു കഴിഞ്ഞതാണോ? ഓക്കെ, അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ റൈസ് ഹാൻഡ് ഇട്ടോണ്ട് മക്കളെ. യെസ്. ഇനി ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഉള്ളവര്? ആരോ ഡൗട്ടാണ്? ടെസ്റ്റ് ട്യൂബിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്. ബാറ്ററി വെള്ളത്തിന്റെ ഉള്ളിലിട്ടാ ചീത്തയാവില്ലേന്നോ? ചീത്തയാവും. ഇത് ബാറ്ററി നമ്മൾ പുറത്താണല്ലോ കണക്ട് ചെയ്തത്. വയറല്ലേ വെള്ളത്തിൽ കൂടെ പോണേ? ഇല്ല, പുറത്താണ്. അത് ഉള്ളില് കാർബൺ റോഡുകൾ വെച്ചിട്ടാ ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ, വേറെ ഒന്നിനുമല്ല. കാർബൺ റോഡ് എന്ത് ചെയ്യുന്നു? അത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും മറ്റവർക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ പഴയ സിലബസ് പിള്ളേർക്ക്. അതിൽ കാർബൺ റോഡുകൾ ഇലക്ട്രോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ. അതാണ് ഞാൻ മിസ് പറഞ്ഞത്. കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. കാർബൺ കൊണ്ട് നമുക്കിത് പെൻസിലിന്റെ ലിഡില് ലെഡില് പെൻസിലിന്റെ അത് ആക്ച്വലി കാർബണിന്റെ ഗ്രാഫൈറ്റാ. അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അത് വെച്ചും ചെയ്യാൻ പറ്റും. യെസ്. ഇനി ആർക്കാ ഡൗട്ട്? നേത്ര.
ഇല്ല, അത് ആക്ച്വലി എലമെന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുതാക്കാൻ ആറ്റം, ഈ പറഞ്ഞ പോലെ ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതൊക്കെയാണ് വരിക. ഓക്കെ, ഏറ്റവും മിനിമം ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം എലമെന്റ് എന്നാ പറയുക നമ്മൾ. ഓക്കെ, മാക്സിമം പോകുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കര ടെക്നോളജിക്കലി പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ മേക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ബട്ട് എലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ ഇരിപ്പില്ലേ, കുറേ ഒരു 118 എലമെന്റ്സോളം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയതുണ്ട്, നാച്ചുറൽ ആയിട്ട് വരുന്നതുണ്ട്, ആർട്ടിഫിഷ്യലി മെയ്ഡാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഈ ഒരു സാധനം ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു എലമെന്റ്. ഓക്കെ, ഈ ഹൈഡ്രജൻ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഇപ്പോൾ വാട്ടറിൽ നമ്മൾ കണ്ടില്ലേ, ഹൈഡ്രജനും ഓക്സിജനും എടുത്തിട്ടാണ് വാട്ടർ ഉണ്ടാവുന്നത്. സോ അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും വെച്ചിട്ടാണ്. ഓക്കെ, ഈ ആറ്റംസ് ഒക്കെ എല്ലാത്തിലും കോമൺ ആണ്. ഓക്കെ, ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ വേറെ വേറെയാണ്. ഓക്കെ, ഇത്തിരിയുടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഇതിന് കുറച്ചുകൂടി ഉണ്ട്, എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ സെറ്റാവും. ഓക്കെ, ഇനി നമുക്ക് എന്നാ ചോദിക്കാം, ആര് പറഞ്ഞു തരും? ഇഷാൻ. യെസ് ദാ പറഞ്ഞോ. Elements are substances that can be broken further into simpler substances. Examples are gold, silver, carbon, sulfur. Okay. Then example? Gold, silver, carbon, sulfur. ഓക്കെ, ഇനിയും വേണ്ടിയിട്ട് കുറേ പേര്, മിസ് ഇപ്പം ഇത്രയും കൊണ്ടൊന്നുള്ളൂ. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ആരും ഒരാളെയും കൊണ്ട് വിളിക്കാം സാർ. കണ്ണടച്ചിട്ട് പറയണം കേട്ടോ. അൻവിത. Good evening. യെസ് ദാ, ഗുഡ് ഈവനിങ്. Okay, correct. Elements are substances that cannot be further broken down into simpler substances. Some other examples of elements are silver, gold, sulfur, carbon. അടിപൊളി കേട്ടോ, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഈ എലമെന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് കുറച്ച് നേരം ആയല്ലേ ഇരിക്കുന്നു, അക്കത്തിനൊന്ന് പൊക്കിയാലോ സാർ? യെസ്, എല്ലാവരും എഴുന്നേറ്റടാ, എല്ലാവരും എഴുന്നേറ്റ്. കുറച്ച് നേരമായി എലമെന്റ്സിലൊക്കെ പിടിച്ചിരിക്കുന്നു, എല്ലാവരും എഴുന്നേക്കുക. ഡൗട്ട്സ് മിസ് ചോദിക്കും, ഡോൺ വെറി അബൌട്ട് ദാറ്റ്. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒക്കെ വരും, നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകാം കേട്ടോ. കൂടുതൽ ഔട്ട് ഓഫ് ടോപ്പിക് ഡൗട്ട്സ് ആണ് വരുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കള് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഒരു ചെറിയ വാമപ്പ് എടുക്കാം. എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ, ഇനി ആരും ഇരിക്കട്ടെ അവിടെ. ഓക്കെ, ചെസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, എല്ലാവരും ചെയ്യുക, എല്ലാവരും എഴുന്നേൽക്കേണ്ടതാണ്. ഓക്കെ, 1 2 3 4 5. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഓക്കെ, ഷേക്ക് ചെയ്യുക. യെസ്, 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. ഓക്കെ, ഒരു 5 സിറ്റപ്പ് എടുത്തേക്ക് കേട്ടോ, ഇങ്ങനെ ഇരിക്കില്ലേ. 1 മിസ്സിനെ കാണില്ല, അതുകൊണ്ടാണ് മിസ് എടുക്കാത്തത്. 2 3 4 5. ഓക്കെ, അടിപൊളി, സെറ്റ്, സൂപ്പർ. എല്ലാവരും ഇരുന്നോ കേട്ടോ. വിത്ത് ഫാമിലിയൊക്കെയാണ് വാമപ്പ് സെഷനിൽ വരുന്നത്. ഓക്കെ, അടിപൊളി, സൂപ്പർ. ദെൻ എലമെന്റ്സ് കിട്ടിയില്ലേ മക്കളെ? എലമെന്റ്സ് എന്താന്ന് കിട്ടിയില്ലേ? ഇത്തിരിയുടെ ഡിഫൈൻ ചെയ്യാനായിട്ട് അടുത്തൊരു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയുടെ മനസ്സിലാവും. ഓക്കെ, എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഇപ്പം നോട്ട് ചെയ്യാൻ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്, അടുത്തതിൽ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 ടൈപ്സ് ഉണ്ട് കേട്ടോ. എലമെന്റ്സ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഈസ് മെറ്റൽസ്. ഓക്കെ, ഞാൻ മിസ് പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ എലമെന്റ്സ്. അവർ വെച്ചിട്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എലമെന്റ്സ് ആദ്യത്തെ മെറ്റൽ ആയിരിക്കും. സെക്കൻഡ് വൺ ഈസ് നോൺ മെറ്റൽസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മെറ്റൽസ്, സെക്കൻഡ് വൺ ഈസ് നോൺ മെറ്റൽസ് ആൻഡ് തേർഡ് വൺ ഈസ് മെറ്റലോയിഡ്സ്. ഓക്കെ, മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെറ്റൽസിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മെറ്റൽസിന് എക്സാമ്പിൾസ്? ധ്രുവ്. യെസ്, എനി മെറ്റൽ അറിയാവുന്നതുണ്ടോടാ? കാർബൺ മെറ്റൽ ആണോ? അത് വെച്ചിട്ട് ഒരൊറ്റ അടി ആണോ?
അയൺ ഒക്കെ പോലെ ഉള്ളത് അപ്പൊ തന്നെ കിട്ടി അയൺ. എടാ മെറ്റൽ ഈ കണ്ടക്ട് ചെയ്യുന്നത് അത്യാവശ്യം ബ്രിറ്റിൽ ചെയ്ത് പോവാത്തതൊക്കെയാണ് മെറ്റൽസ്. വുഡ് മെറ്റലോ? എലമെന്റ് ആണോ വുഡ്? അറിയില്ല. നമുക്ക് എന്നാ വേറെ ഒരാളോട് ചോദിക്കാം. ശ്രീനന്ദ. എലമെന്റ് ആയിട്ടുള്ള ഒരു മെറ്റല്. ഹാമർ നീ എന്താ ഉപകരണം ഇൻസ്ട്രുമെന്റ് അങ്ങനത്തെ ഒന്നല്ല ഞാൻ ചോദിച്ചത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചിട്ടാ? അയേൺ. ഓക്കെ, അയേൺ അറിയോ? അയേൺ മക്കളെ കേട്ടിട്ടുണ്ടോ? അയേൺ ഇസ് എ മെറ്റൽ. ഓക്കെ, ഗോൾഡ് എങ്ങനെയാ? മെറ്റൽ ആണോ ഗോൾഡ്? എനിവിടെ അല്ല, ഗോൾഡ് മെറ്റൽ അല്ല. ഓക്കെ, ആണോ അല്ലയോ എന്ന് വേറെ നിങ്ങളെ ചോദിക്കാം നമുക്ക്. ഗോൾഡ് മെറ്റൽ ആണോ അല്ലയോ? ആരാധ്യ. അനാദ്യ. ഓക്കെ, യെസ്. ഗോൾഡ് മെറ്റൽ ആണോ അല്ലയോ? മെറ്റൽ ആണ്. ഓക്കെ, എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു ഗോൾഡ് മെറ്റൽ ആണെന്ന്? യെസ്, ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിറ്റിൽ ആയി പോലെ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോയില്ല. ഓക്കെ, പിന്നെ ഗ്യാസ് പോലെ നിൽക്കില്ല. ഓക്കെ, ഗ്യാസ് ഇങ്ങനെ പോലെ എല്ലാവരും നിൽക്കുക. ഓക്കെ, മെറ്റൽ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഗോൾഡ് ഒരു മെറ്റലാണ് ആക്ച്വലി. മക്കളെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഗോൾഡ് മെറ്റലാണ്. അപ്പൊ ഗോൾഡിന്റെ കൂട്ടുകാരൻ വേറെ ഒരാളും കൂടെ ഉള്ളത്, അത് ആര് പറഞ്ഞുതരും? ദേവിക. ഗോൾഡ് മെറ്റലാണ്. അപ്പൊ വേറെ എന്തെങ്കിലും കൂടെ ഇത് പറയാൻ പറ്റുമോ? സിൽവർ. അത് തന്നെ, രണ്ട് കൂട്ടുകാരും ഉണ്ട്. ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്. സൂപ്പർ. ഓക്കെ, ഇനി നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ലാത്തത്, ഗ്യാസ് ഒക്കെ പോലെ നിൽക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ, അതാര് പറയും? എലമെന്റ്സിൽ തന്നെ നോൺ മെറ്റൽസ്. എക്സാമ്പിൾ ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? നന്ദബാല. യെസ്. ആ, മെറ്റൽസ് അല്ലാത്തത്. ഓക്സിജൻ മെറ്റൽ അല്ല അല്ലേ മക്കളെ? ഓക്സിജൻ മെറ്റൽ ആണോ? അല്ല. കറണ്ട് കടത്തി വിടുന്നതും കൂടെ ആലോചിക്കട്ടെ, മെറ്റൽസിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഓക്സിജൻ പറയാം, ഹൈഡ്രജൻ പറയാം, പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയോ? എനിത്തിങ് എൽസ്? വേണ്ട, എത്രയും മതി, ഇതന്നെ വലിയ ധാരാളം. ഓക്കെ, കാർബൺ ഇല്ലേ മക്കളെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാ, കാർബൺ പൊടിഞ്ഞു പോകുന്ന ഒരു ചാര പോലത്തെ അല്ലേ, മെറ്റൽ അല്ല. ഓക്കെ, ഹൈഡ്രജൻ പറഞ്ഞു, പിന്നെ ഓക്സിജൻ. ഓക്കെ അല്ലേ? അറിയാലോ, കിട്ടിയല്ലോ, സിറ്റല്ലേ? ഓക്കെ, ഇനി മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെറ്റലോയിഡ് ആര് പറഞ്ഞുതരും? മെറ്റലും നോൺ മെറ്റലും. ഓക്കെ, തന്നിട്ടുണ്ട്, മനസ്സിലായി. മെറ്റൽ അല്ലാത്തത് നോൺ മെറ്റൽ. അപ്പൊ എന്തായിരിക്കും മെറ്റലോയിഡ്? ആര് പറഞ്ഞു തരും? പ്രാർത്ഥന. ഓക്കെ, പ്രാർത്ഥനയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്താളോട് വയ്ക്കാം. അനന്യ. മെറ്റലോയിഡ് എന്തായിരിക്കും? അറിയില്ല, ഗസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മിസ് എന്നെ പറഞ്ഞുതരാം. എടാ, രണ്ടിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരില്ലേ? മെറ്റലിന്റെ സ്വഭാവം കാണിക്കും, നോൺ മെറ്റൽസിന്റെ സ്വഭാവം കാണിക്കും. എന്നാൽ മൊത്തത്തിൽ മെറ്റൽ ആണോന്ന് വെച്ചാൽ മെറ്റലിന്റെ അല്ലേ താനും, നോൺ മെറ്റൽ ആണോന്ന് വെച്ചാൽ നോൺ മെറ്റൽ അല്ലേ താനും. അങ്ങനത്തെ ഉള്ള സ്വഭാവം കാണിക്കുന്ന കുറച്ച് എലമെന്റ്സ് നമുക്കുണ്ട്. സോ എക്സാമ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ. സോ ദാറ്റ് സിലിക്കൺ ആൻഡ് ബോറോൺ എന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് സ്വഭാവം ഉള്ളതാണ്. സോ നോട്ട് മിസ് തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രെയിൻ മാപ്പ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്താൽ മതി. എലമെന്റ്സ് 3 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് നോക്കാം, നോട്ട് നോക്കിക്കോ. എലമെന്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ഓക്കെ, എലമെന്റ്സ് 3 ടൈപ്സ് ഉണ്ട്. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഗോൾഡ്, സിൽവർ, മെഗ്നീഷ്യം, അയൺ ആൻഡ് അലൂമിനിയം ആർ മെറ്റൽസ്. ഇതൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ? അലൂമിനിയം കേട്ടിട്ടില്ലേ? വീട്ടിൽ യൂസ് ചെയ്യുന്ന കാര്യമായിരിക്കില്ലേ? അലൂമിനിയത്തിന്റെ വെസൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. സോ അയൺ ഇസ് എ മെറ്റൽ. പിന്നെ കോപ്പർ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കോപ്പർ ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ കോപ്പറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മെഗ്നീഷ്യം, സിൽവർ, ഗോൾഡ്, ഇവരൊക്കെ മെറ്റൽസ് ആണ് കേട്ടോ. കേട്ടിട്ടില്ലാത്തവർ ഓർത്ത് വെക്കുക, ആൻഡ് കേട്ടവർ ഒന്നുകൂടെ ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി കാർബൺ, സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ നോൺ മെറ്റൽസ് ആണ് കേട്ടോ. കാർബൺ, സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ
നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ആൻഡ് സം എലമെന്റ്സ് ലൈക്ക് സിലിക്കോൺ ആൻഡ് ബോറോൺ ഹാവ് ഇന്റർമീഡിയറ്റ് പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ ദോസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിന്റെ ക്യാരക്ടറിലും നോൺ മെറ്റൽസിന്റെ ക്യാരക്ടറിന്റെ ഇടയിലൊരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കാണിക്കുന്നവരാണ് മെറ്റലോയിഡ്സ്. അവരെ നമ്മൾ അതിന് എക്സാമ്പിൾസ് ആണ് സിലിക്കോണും ബോറോണും. ഓക്കെ, സിലിക്കോൺ ആൻഡ് ബോറോൺ. ഫോർ എക്സാമ്പിൾ, ഈ സിലിക്കൺ ഒക്കെ മെറ്റലിന്റെ പോലെ ഭയങ്കര ഷൈനിയാണ്. മെറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ തുടക്കത്തിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയണൊക്കെ അത്യാവശ്യം ഷൈനി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കോപ്പറൊക്കെ ഭയങ്കര ഷൈനി ആയിരിക്കും തുടക്കത്തിൽ, കൊറോഷനും ബിഫോർ ആണ് മിസ് പറയുന്നത്. സോ അതേപോലെ തന്നെയാണ് ഈ സിലിക്കോണൊക്കെ ഭയങ്കര ഷൈനി ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ബ്രിറ്റിലായിട്ട് പോകും. ഓക്കെ, ബ്രിറ്റിലായിട്ട് പോകുന്നത് നോൺ മെറ്റലിന്റെ ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ രണ്ടിന്റെയും ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരാണ് എന്ത്, ചില സ്വഭാവം ഉണ്ടല്ലേ, ചില നമ്മൾ ക്ലാസ്സിൽ പറയില്ലേ നല്ലതുമാണ് പക്ഷെ ചീത്തയായിട്ടുള്ള സ്വഭാവമാണ് അവരുടെ എന്ന് പറയില്ലേ, അതേപോലെയുള്ള കുട്ടികളാണ് ഈ പറയുന്നത് നമ്മുടെ മെറ്റലോയിഡ്സ്. ഈ ഐഡിയ കിട്ടിയോ? മെറ്റൽസ് എന്താണ്, നോൺ മെറ്റൽസ് എന്താണ്, മെറ്റലോയിഡ്സ് എന്താണെന്നുള്ള ഐഡിയ കിട്ടിയോ? വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് മാത്രമേ പഠിക്കാനുള്ളൂ. 3 ടൈപ്പ് ഉണ്ട്. എക്സാമ്പിൾസ് ഏതാണെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്റർവെൽ എനിക്ക് ചോദിച്ചാൽ മതിയോ സാർ? അതായിരിക്കും നല്ലത്, പിള്ളേർക്ക് ടൈം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇന്റർവെൽ തരാം, അത് കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് കേൾപ്പിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ 10 minutes നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. പിന്നെ മക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി 6:33 ആകുന്നതിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കേട്ടില്ല കേട്ടോ. ലൈക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. 6:33 നമ്മുടെ ക്ലാസ്സിലേക്ക് പുറത്തുനിന്ന് ആരെയും എടുക്കുന്നതല്ല, മീൻസ് വെയിറ്റിംഗ് ലോക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. ഇനി നാളെ മുതൽ ശ്രദ്ധിച്ചേക്കുക, 6:33 മുന്നേ ജോയിൻ ചെയ്യുക. ഓക്കെ, 6:30 മുന്നേ ജോയിൻ ചെയ്യുക. 6:25 ആകുമ്പോഴേക്കും ജോയിൻ ചെയ്തു. 33 ആവാനൊന്നും നിൽക്കണ്ട, 25 ആകും. 20-25 ഇടയിലൊക്കെ തന്നെ ജോയിൻ ചെയ്ത് പോന്നു എല്ലാവരും. ഓക്കെ, മാക്സിമം നേരത്തെ, അല്ലാതെ വൈകാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ കിട്ടില്ല, ക്ലാസ് കിട്ടില്ല. ഓക്കെ, ഫൈൻ. യെസ്. അപ്പോൾ അടുത്ത എന്താ പറയാനുള്ളത്? അടുത്തത് നമ്മൾ എലമെന്റ്സ് പഠിക്കാൻ മിസ് പറഞ്ഞിരുന്നു, ഒന്ന് നോക്കിയായിരുന്നോ? ഫോർ എക്സാമ്പിൾ എന്താണ് എലമെന്റ്സ് എന്ന് നമ്മൾ പഠിച്ച് കേൾപ്പിച്ചതായിരുന്നു. സോ ദാറ്റ് നമുക്ക് മെറ്റൽസ് എന്താ, നോൺ മെറ്റൽസ് എന്താന്നുള്ള കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളൂ. സോ പഠിച്ചു കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ഇടുക. പഠിച്ചു കഴിഞ്ഞവർ പെട്ടെന്നായിക്കോട്ടെ. യെസ്. ഓക്കെ, കുറേ പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റൈസ് ഹാൻഡ് ഇടാൻ പക്ഷേ കുറവാണ്, ഇത് പോരാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചാലോ സാർ ഓരോരുത്തരായിട്ട്? ആരെ വിളിക്കും സാർ? നന്ദബാല. ഓക്കെ, കണ്ണടച്ചോടാ. എന്താ മെറ്റൽസിന് എക്സാമ്പിൾ പറയാം? മെറ്റൽസ് മാത്രം പറഞ്ഞാൽ മതി. സിൽവർ, ഗോൾഡ്, മറ്റേ കാർബൺ, സിൽവർ, ഗോൾഡ്, അയൺ, എക്സെട്ര. കിട്ടാണ്ടാവുമ്പോ എക്സെട്ര. ഓക്കെ, എന്നാ നോൺ മെറ്റൽസും കൂടെ പറഞ്ഞോ. നോൺ മെറ്റൽസ് കാർബൺ, സൾഫർ, ഓക്സിജൻ, ഹൈഡ്രോജൻ, എക്സെട്ര. ഓക്കെ, എക്സെട്ര. എല്ലാത്തിലും കുറച്ച് എക്സെട്ര ഉണ്ടാവും. എൻഡ് ഓഫ് തിങ്കിങ് കപ്പാസിറ്റി ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ആൾ കളിക്കാം. നേത്ര. കണ്ണടിച്ചിട്ട് എന്താണ് മെറ്റലോയിഡ് എന്ന് പറഞ്ഞോ? മെറ്റലോയിഡ്സ് എന്താന്ന് ഡിഫൈൻ ചെയ്താൽ മതി. അപ്പൊ മലയാളത്തിലാണോ നീ എഴുതാൻ പോകുന്നത് എക്സാം? പക്ഷെ ഇംഗ്ലീഷിൽ പറയണം. ഓൺ യുവർ ലാംഗ്വേജ് ആയാലും ഇംഗ്ലീഷ് വേണം. The intermediate properties that are between both non-metals and metals, and the examples പോയി സമയം കഴിഞ്ഞിരിക്കുന്നു. അത് വായിച്ചു നോക്കിട്ടാ. ഇനി അടുത്ത ആളെ വിളിക്കാം. പ്രഗ്യ. യെസ് ദാ. കണ്ണടച്ചിട്ട് എന്താ മെറ്റലോയിഡ് എന്ന് പറഞ്ഞു? ഓക്കെ, എന്താ മെറ്റലോയിഡിന്റെ ഡെഫിനിഷൻ വരുന്നത്? യെസ്, അടിപൊളി, സൂപ്പർഡാ. ഓക്കെ, സിലിക്കൺ ആൻഡ് ബോറോൺ നേത്ര കേട്ടോ. അടുത്തത് ഒരാളോട് ചോദിക്കാൻ സാധനം. അന്ന.
യെസ്, ദാ പറഞ്ഞോ. എലമെന്റ്സിനെ എത്രയൊക്കെയായിട്ടാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 3. ഏതൊക്കെ? ഓക്കെ, അടിപൊളി. ഓക്കെ, കാര്യം കിട്ടിയെന്ന് മിസ് വിചാരിക്കുന്നു. ലൈക്ക് എലമെന്റ്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മിസ്സിന്റെ ഒപ്പം പറയാ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. മെറ്റൽസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞു നോക്കിയേ മക്കളെ. ഗോൾഡ്, സിൽവർ, മെഗ്നീഷ്യം, അയേൺ, അലുമിനിയം. ഒപ്പം പറഞ്ഞോട്ടെ, എനിക്ക് ലിപ്സ് കാണാം നിങ്ങളുടെ. ഓക്കെ, നോൺ മെറ്റൽസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞത്? കാർബൺ, ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. ഓക്കെ, അടിപൊളി. ആൻഡ് പിന്നെ രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് ഇൻ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് വരുന്നവരെ നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ മിസ് പറഞ്ഞത്? എന്തൊക്കെയാ? സിലിക്കൺ, ബോറോൺ. ഓക്കെ, അടിപൊളി. കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ, സൂപ്പർ. അപ്പോൾ നമ്മൾ എലമെന്റ്സിന്റെ കാര്യമൊക്കെ കഴിഞ്ഞു പറഞ്ഞു. ഇനി അടുത്തത് ഒരു ചെറിയ എക്സ്പെരിമെന്റ് തന്നെയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദിസ്? എന്താണിത്? വാട്ടർ. വാട്ടർ വാട്ടർ അല്ലേ? വാട്ടർ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാട്ടർ, വേറെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വാട്ടറാണ്, സാധാ വാട്ടർ. ഈ വാട്ടർ എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് H2O എന്ന് മിസ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ എന്നെ പറഞ്ഞു തന്നു H2O ആണ് വാട്ടർ. ഈ H2O എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇതിങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, വാട്ടർ ആണ്. വാട്ടറിന്റെ H2O ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇരിക്കുക. ഓരോ മോളിക്യൂൾസ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിനെങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇലക്ട്രോളിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രജനെയും ഓക്സിജനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തത്. ഇതിലിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, H2O അല്ലേ? H2O. അപ്പോൾ 2 എണ്ണം ഉള്ളത്. ഈ ഒരു ആഷ് കളർ കാണുന്നത് ഹൈഡ്രജനും ഈ വലുത് ഓക്സിജനും ആണ് കേട്ടോ. അറിയാൻ വേണ്ടി പറഞ്ഞത്, ഒരെണ്ണത്തിനൊന്നും എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അവർ അത്രയും ക്ലബ് ചെയ്തിരിക്കുന്ന ആൾക്കാരാ. ഫിസിക്കലി നമുക്കിതിനെ എടുക്കാൻ പറ്റുമോ? കെമിക്കലി ആണ് ഇലക്ട്രോളൈസിസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത് കെമിക്കലിയാണ് കളയാൻ പറ്റുക. ഹാൻഡ് പിക്കിങ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ എക്സ്ട്രാ മെത്തേഡ്സ് വഴി ഫിസിക്കലി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് മിസ്സിന്റെ ക്വസ്റ്റ്യൻ. ആര് പറഞ്ഞു തരും? മരിയ. ഇത് നമുക്ക് ഫിസിക്കലി ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുമോ? ഹൈഡ്രജനെ ഞാൻ മാറ്റിയെടുത്തു, ഓക്സിജനെ മാറ്റിയെടുത്തു, അങ്ങനെ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഓക്കെ, അടിപൊളി. നിങ്ങളുടെ ആൻസർ ഇത് തന്നെയാണോ? ഇത് തന്നെയാണോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻ വാട്ടർ ദ പാർട്ടിക്കിൾസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ സോ ടൈറ്റ്ലി അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ. അല്ലെ, രണ്ടുപേരും ഭയങ്കര ടൈറ്റ് ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരാണ്. സോ ഇറ്റ് ഈസ് ജനറലി ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ദം അപ്പാർട്ട് യൂസിങ് ഫിസിക്കൽ മെത്തേഡ്സ്. ഈ പറഞ്ഞ പോലെ ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തോ മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ട് വലിച്ചെടുക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല ഇവിടെ. അല്ലേ, ഈ പരിപാടികളൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഫിസിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ചിട്ട് അതൊരു കെമിക്കൽ മെത്തേഡാണ് കേട്ടോ. സോ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ വാട്ടർ ഈസ് എ കോമ്പൗണ്ട്. വാട്ടർ എലമെന്റ് അല്ല, വാട്ടർ ഈസ് എ കോമ്പൗണ്ട്. ഓക്കെ, വാട്ടർ ഈസ് എ കോമ്പൗണ്ട്. കിട്ടിയോ? വാട്ടർ എലമെന്റ് അല്ല, വാട്ടറിലുള്ള ഹൈഡ്രജനും ഓക്സിജനുമാണ് എലമെന്റ്സ്. വാട്ടർ ഇറ്റ് സെൽഫ് ഇസ് എ കോമ്പൗണ്ട്. അപ്പോൾ എലമെന്റ്സ് കൂടി ചേർന്നിട്ട് ആരുണ്ടാവും? കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, എലമെന്റ്സ് 2 3 അധികം എത്ര എലമെന്റ്സും കൂടി ചേർന്നിട്ടും ആരുണ്ടാവും? കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇത്രയും കാര്യം SCP ഐഡിയയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കിട്ടിയോ? കിട്ടിയോ? ഒരു ഡാറ്റ കാണിച്ചേ മക്കളെ. യെസ്. അപ്പോൾ വാട്ടറിന്റെ കാര്യത്തിൽ ഓക്കെയാണ്, സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോമോൺസിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ. വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ്ലി ആയിട്ട് ക്ലോസ്ലി പാക്ഡ് ആണ്, ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ ഭയങ്കര സ്നേഹിച്ചിരിക്കുന്ന കൂട്ടുകാരാണ്. അവരെ നമുക്ക് പിരിക്കാൻ പറ്റില്ല. 2 ഹൈഡ്രജനും 1 ഓക്സിജനും അത്ര കൂട്ടായിട്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അവരെ പിക്ക് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വാട്ടറിനെ കോമ്പൗണ്ട് എന്ന് പറയുന്നു. എൻ്റെ എലമെന്റ്സ് ഫോം ചെയ്തിട്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ. അപ്പോൾ വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? മിക്സ്ചർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് മിക്സ്ചേഴ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ കാര്യം, മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫിസിക്കലി ആണ്. മിക്സ്ചർ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ വെള്ളം ഇപ്പം നമ്മൾ കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾട്ടും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലേ? സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾട്ടും ഉണ്ട് വാട്ടറും ഉണ്ട്. സോ ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ടാണ് സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയത്. ഇതിനെ നമുക്ക് ചൂടാക്കി, ഫിസിക്കൽ മെത്തേഡാണ്, ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് വാട്ടറിന്റെ വേപ്പർ ആക്കി മാറ്റാം. ബാക്കി സോൾട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഓക്കെ, ഇത് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
സോൾട്ടിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ വാട്ടർ വേപ്പറായിട്ട് പോകും ആൻഡ് സോൾട്ട് അവിടെ ബാക്കി റെസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അത് ഫിസിക്കൽ മെത്തേഡാണ്. സോ ഇറ്റ്സ് എ മിക്സ്ചർ. ഇവിടെ മിസ് പറഞ്ഞത് വാട്ടർ മിക്സ്ചർ അല്ല, ഇറ്റ് ഇസ് എ കോമ്പൗണ്ട് ആണ് കേട്ടോ. വാട്ടർ മിക്സ്ചർ അല്ല, കോമ്പൗണ്ട് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെന്റ് ആയാലും കോമ്പൗണ്ട് ആയാലും രണ്ടു പേരും പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, എലമെന്റ് എന്ന് പറഞ്ഞാലും കോമ്പൗണ്ട് എന്ന് പറഞ്ഞാലും പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. എലമെന്റ് ഏറ്റവും ചെറിയ ഫോം ആണ്. എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ശരി, സംഭവിച്ചു. പക്ഷേ ഫിസിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമേ മിക്സ്ചർ ആവുള്ളൂ. ഓക്കെ, ഫിസിക്കൽ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട്, അതായത് എലമെന്റ്സും കോമ്പൗണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓർത്ത് വെച്ചേക്ക്, എലമെന്റ്സും കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോൾട്ട് ഒരു കോമ്പൗണ്ട് ആണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇത് രണ്ടും ചേരുന്ന സോൾട്ട് സൊല്യൂഷൻ ഒരു മിക്സ്ചർ ആണ്. ഓക്കെ, മിസ് അതോടെ പറയാം. സോൾട്ട് എടുത്തു പ്ലസ് വാട്ടർ ചേർത്തു, നമുക്ക് എന്ത് കിട്ടി? സോൾട്ട് സൊല്യൂഷൻ കിട്ടി അല്ലേ? ഇങ്ങനെ എഴുതുക, സോൾട്ട് സൊല്യൂഷൻ. ഇനി അങ്ങനെ ചെറുതാക്കി എഴുതിയാൽ കിട്ടൂലെങ്കിലോ. സൊല്യൂഷൻ കിട്ടി. ഓക്കെ, സോൾട്ട് സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഈ സോൾട്ട് എന്ന് പറയുന്നത് എന്താ? ഒരു കോമ്പൗണ്ട് ആണ്. അതൊക്കെ എന്താന്ന് മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. കോമ്പൗണ്ട് ആണ്. വാട്ടർ എന്ന് പറയുന്നതും ഒരു കോമ്പൗണ്ട് ആണ്. പക്ഷെ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. പ്യുവർ സബ്സ്റ്റൻസസ് ചേർന്നിട്ടാണ് മിക്സ്ചർ ഉണ്ടാവുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്യുവർ സബ്സ്റ്റൻസസ് ചേർന്നിട്ടാണ് മിക്സ്ചർ ഉണ്ടാവുന്നത്. ഇക്കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, മാറിപ്പോകരുത്. കോമ്പൗണ്ടും അല്ലെങ്കിൽ എലമെന്റും ഒക്കെ കിടക്കുന്നത് ഈ പറയുന്ന നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസിന്റെ ഫീൽഡിലാണ്. ഓക്കെ, മാറിപ്പോവോ? കിട്ടിയോ? യെസ്, സൂപ്പർ. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താന്ന് പഠിക്കാം. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ different elements combine in fixed ratio to form something entirely new. ഓക്കെ, ഇപ്പൊ എഴുതിയെടുത്തോ, മിസ് ഡീറ്റെയിൽ പറഞ്ഞുതരാം. കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഫിക്സ്ഡ് റേഷ്യോ വഴിയാണ്. ഓക്കെ, അതെന്താന്ന് മിസ് പറഞ്ഞുതരാം. ഫിക്സ്ഡ് റേഷ്യോ വഴിയാണ്. ഓക്കെ, ഫൈൻ. The properties of compounds are different from those of the elements forming that compound. ഓക്കെ, അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ കാര്യം വരുന്നത്? അപ്പോൾ ആദ്യത്തെ പോയിന്റിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ വാട്ടർ അല്ലേ, വാട്ടർ എടുത്തു. വാട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ട് നോട്ട് ചെയ്യാം, ആയിരിക്കും നല്ലത്. ഓക്കെ, വാട്ടർ എടുത്തു. ഈ വാട്ടർ എന്ന് പറയുന്നത്, യെസ്, കളറും വേണ്ട നമുക്ക്, ഈ റെഡ് കളർ എടുക്കാം. റെഡ് കളർ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H2O ആണ്. ആര് പറഞ്ഞുതരും എത്ര ഹൈഡ്രജൻ ഉണ്ട് എത്ര ഓക്സിജൻ ഉണ്ടെന്ന്? ആര് പറഞ്ഞുതരും? ആരെ വിളിക്കും സാർ നമുക്ക്? ദിയ. യെസ്, ദിയ. യെസ്, ദാ ഹൈഡ്രജനും ഓക്സിജനും ആണ് വാട്ടറിലുള്ളത് അല്ലേ? യെസ്. അതില് H2O എന്ന് പറയുമ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? എത്ര എണ്ണം? ഹൈഡ്രജന്റെ താഴെ എത്ര? ഹൈഡ്രജൻ H ആണ്. ഓക്കെ, എച്ചിന്റെ താഴെ എത്ര എണ്ണം ഉണ്ട്? നമ്പർ കിട്ടുന്നു. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇടയ്ക്ക് കേൾക്കുന്നുണ്ടടാ, പക്ഷെ ഇടയ്ക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ട്. 2. അന്ന് നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ഓക്സിജൻ എത്ര നമ്പേഴ്സ് ആണുള്ളത്? ഉദിത്, എത്ര നമ്പർ ഓക്സിജൻ ഉള്ളത്? ഓക്കെ, പറഞ്ഞോടാ. 2 ആണ് ഓക്സിജൻ. H 2 എണ്ണം, ഓക്സിജന്റെ താഴെ ഒന്നും ഇല്ലല്ലോ. ദാറ്റ് മീൻസ് 1 എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര ഓക്സിജൻ ഉണ്ട്? 1. ഓക്കെ, അപ്പൊ ഈ റേഷ്യോ എങ്ങനെയാ പറയാ? നമ്മള് റേഷ്യോ കണക്കൊക്കെ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈസ് 2 എന്ന് പറഞ്ഞൊരു സിമ്പിൾ. യെസ്, അത്രേ ഉള്ളൂ. H2O എന്ന് പറയുമ്പോൾ 2:1 റേഷ്യോ. ഓക്കെ, അത്രേ ഉള്ളൂ. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. സോ ദാറ്റ് 2:1 റേഷ്യോയിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഐഡിയ കിട്ടിയോ? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എലമെന്റ്സ് ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും ഫോം ചെയ്യുക. ഹൈഡ്രജൻ 2 എണ്ണവും ഓക്സിജൻ 1 എണ്ണവും തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഹൈഡ്രജന്റെ നമ്പർ കൂടുകയും ഇല്ല കുറയുകയും ഇല്ല, സെയിം തന്നെയായിരിക്കും. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം? ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക. കിട്ടിയോ ഐഡിയ? യെസ്, സൂപ്പർ. ഇനി രണ്ടാമത്തെ കാര്യം മിസ് പറയാൻ പോകുന്നത്, ദ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ്
ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് എലമെന്റ്സ് ഫോമിങ് ദാറ്റ് കോമ്പൗണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ വാട്ടർ തന്നെ എടുക്കാം. ഓക്കെ, H2O എടുക്കാം. H2O എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്നാണ് മിസ് പറഞ്ഞത്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജന്റെ ക്യാരക്ടർ മിസ് എന്താ പറഞ്ഞത്? പോപ്പപ്പ് സൗണ്ടിൽ ആള് കത്തും അല്ലേ? പോപ്പ് സൗണ്ടിൽ കത്തും എന്ന് പറഞ്ഞു. ഓക്സിജന്റെ ക്യാരക്ടർ എന്താ മിസ് പറഞ്ഞത്? അതും കത്താൻ സഹായിക്കുന്നതാണ് അല്ലെ? നെസസറി ഫോർ കമ്പഷൻ, നെസസറി ഫോർ ബേണിംഗ് എന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ വാട്ടറിന്റെ ക്യാരക്ടർ എങ്ങനെയാണോ? കത്താനാണോ സഹായിക്കുക വാട്ടർ? ആയിരിക്കുമോ? എത്ര പേരാണ് വാട്ടർ ഉപയോഗിച്ച് കത്തിക്കുന്നത് എന്ന് പറയണമല്ലോ. ഓക്കെ, വാട്ടർ കത്താനാണോ ഹെൽപ്പ് ചെയ്യുക? അല്ല, അല്ലെങ്കിൽ കെടുത്തുന്ന ആളല്ലേ വാട്ടർ? വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഹൈഡ്രജന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പോപ്പ് ചെയ്ത് കത്തുന്ന സ്വഭാവം. ഓക്സിജന് ഭയങ്കര ആളി കത്തിക്കുന്ന സ്വഭാവം. ബട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന നമ്മുടെ വാട്ടറിന്റെ ക്യാരക്ടർ എന്താ? ഓക്കെ, വാട്ടറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കത്താൻ കെടുത്തുന്ന ആളാ. ഓക്കെ, അപ്പോ ആരാവൻ? അർഷിക് സിനിമ കാണുന്ന പോലെയാണല്ലോ ഇരിക്കുന്നത്. സിനിമയാണോ കാണുന്നത്? TV ആണോടാ? ഇല്ല, അത് ശ്രദ്ധിച്ചിരിക്കുക ആൻഡ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യട്ടെ. അപ്പം ഈ ബുക്കൊന്നും കാണുന്നില്ലല്ലോടാ നിന്റെ. ആൻഡ് റോൾ നമ്പറും കൂടെ ഒന്നും ശ്രദ്ധിച്ചേക്ക് കേട്ടോ. റോൾ നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, സൂപ്പർ. യെസ്, അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ദ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് എലമെന്റ്സ് ഫോമിംഗ് ദാറ്റ് കോമ്പൗണ്ട്. അതായത് വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്തു. ആ കോമ്പൗണ്ട് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വെച്ചിട്ടാണ് ഫോം ചെയ്യുക അല്ലേ? അപ്പൊ ഹൈഡ്രജന്റെ ക്യാരക്ടറും ഓക്സിജന്റെ ക്യാരക്ടറും കൂടെ ആണ് കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ക്യാരക്ടർ ആയിരിക്കണം എന്നില്ല വാട്ടറിന്റെ ക്യാരക്ടർ. ഓക്കെ അല്ലേ? കിട്ടിയോ? ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സ്വഭാവം വേറെയാണ് നമ്മുടെ വാട്ടറിന്റെ. അതേപോലെയാണ് ഒരുപാട് എലമെന്റ്സ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് മിസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഫൈൻ. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ദ കോമ്പൗണ്ട് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ എനി ഫിസിക്കൽ മെത്തേഡ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇവ H2O നമ്മൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കെമിക്കലി പറ്റും കേട്ടോ മക്കളെ. ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐഡിയ കിട്ടിയോ? കോമ്പൗണ്ട്സ് എന്താന്ന് കിട്ടിയോ? എന്നാൽ പെട്ടെന്നൊന്ന് പഠിച്ചേ. കോമ്പൗണ്ട്സ് എന്താന്ന് പെട്ടെന്ന് പഠിച്ചോ. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ക്ലിയർ ആയിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യെസ്, ഡൗട്ട്സ് ഉള്ളവർ മാത്രം റൈസ് ഹാൻഡ് ഇട്ടേടാ. യെസ്, ചോദിച്ചോടാ. ഈ ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസ് അല്ലേ? ഗ്യാസ് ആണ്. അതിന്റെ കോമ്പൗണ്ട് എങ്ങനെ ലിക്വിഡ് ആയി? ഓക്കെ, അത് ലിക്വിഡ് ആവും. അതാ പറഞ്ഞത് രണ്ടിന്റെ ക്യാരക്ടർ മറ്റേ ആൾക്ക് വേണം എന്നില്ല. ഓക്കെ, കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണെന്ന് പഠിച്ചില്ലേ? ആൻഡ് ഓക്സിജൻ ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. യെസ്, അടുത്ത ആർക്ക്? മാഡം, അതില്ലേ ഞാൻ നേരത്തെ ക്ലാസ്സിൽ കാണിച്ചില്ലേ മറ്റൊരു സാധനം ലാസ്റ്റ്? ഏത് സാധനമാടാ? നേരത്തെ ക്ലാസ്സിൽ സ്ലൈം പോലത്തെ. അതെന്തിട്ടാന്ന് നോക്കിയെന്നാ. ഓക്കെ, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അവിടെ. ഓക്കെ, നിന്നാ മതി നീ. ഓക്കെ, ആര് വിളിക്കും ഇനി? സ്റ്റീവ്, എന്താടാ ഡൗട്ട്? എന്ത് വെള്ളത്തിലിട്ട് കത്തിക്കുന്നു? ഓ, അത് പെട്രോളാണ് കത്തുന്നത്, വാട്ടർ കത്തൂല. ഓ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ടർ എല്ലാം കെടുത്താൻ ഉപയോഗിക്കില്ല. ഇലക്ട്രിക് ആയിട്ടുള്ള ക്യൂമെന്റ്സ് ഒന്നും കെടുത്താൻ. ഞാൻ ഉദ്ദേശിച്ചത് വാട്ടറിന്റെ പ്രോപ്പർട്ടി ആണടാ. വാട്ടർ എന്തായാലും കത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലല്ലോ, അങ്ങനെയാ ഉദ്ദേശിച്ചത്. വാട്ടർ കിടത്താൻ എല്ലാത്തിലും കിടത്തില്ല. നമ്മൾ കഴിഞ്ഞ മറ്റേ കമ്പഷൻ ഫ്ലെയിം 200 കിട്ടിയിട്ടുണ്ടാവും. കമ്പഷൻ ഫ്ലെയിം എടുത്തപ്പോൾ പറഞ്ഞതാ വാട്ടർ എല്ലാം കിടത്തില്ല. ഇലക്ട്രിക് എക്യുപ്മെന്റ്സിലൊന്നും നമ്മൾ കിടത്താൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കുകയേ ഉള്ളൂ. മീൻസ് ഞാനൊരു പ്രോപ്പർട്ടി പറഞ്ഞതാ. വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും എന്തായാലും തീ കത്താനായിട്ട് വാട്ടർ ഹെൽപ്പ് ചെയ്യില്ല. ഹൈഡ്രജനും ഓക്സിജന്റെ സ്വഭാവം അല്ല വാട്ടറിനുള്ളത്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ കഴിഞ്ഞ ചോദിച്ചു ഫയർ ക്രാക്കേഴ്സിലൊക്കെ ഹൈഡ്രജന്റെ കാര്യം ചോദിച്ചു തന്നു. എടാ, ആക്ച്വലി ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഉണ്ടാവില്ല. ഹൈഡ്രജന്റെ കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ലൈറ്റർ ആണല്ലോ, സോ ദാറ്റ് അത് പുറത്തോട്ട് പോകും. ഓക്കെ, ഫയർ ക്രാക്കേഴ്സിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യില്ല, സോ അതിങ്ങനെ പുറത്തോട്ട് പോകുമല്ലോ, അത് അവിടെ ഇരിക്കില്ല.
ഓക്കെ, അതുകൊണ്ട് ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കത്തുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ പോപ്പ് സൗണ്ടൊക്കെ കേൾക്കാം. ഓക്കെ, താൻ ഇത്രയുടെ ഡൗട്ടും കൂടി ചോദിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞു ഒരു റീസെൻ്റ് ചെയ്യാം കേട്ടോ. യെസ്, അതില് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ പറഞ്ഞപ്പോ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ പ്യൂർ സബ്സ്റ്റൻസ് പറയുമ്പോ ഗോൾഡ് ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആണ്, കാരണം അത് പൊടിഞ്ഞു എന്ന് പറഞ്ഞില്ലായിരുന്നു. ഗോൾഡ് പൊടിഞ്ഞോ, അങ്ങനെ പൊടിഞ്ഞോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ചില മെറ്റൽസിലെ സോഡിയം എന്ന് പറഞ്ഞൊരു മെറ്റൽ ഉണ്ട്. ആ മെറ്റൽ നമുക്ക് കത്തി കൊണ്ട് മുറിക്കാൻ പറ്റും. മെറ്റലാണ്, ബട്ട് കത്തി കൊണ്ട് മുറിക്കാൻ പറ്റും. ഇപ്പോൾ സോഡിയം അല്ലെ, നമ്മൾ ഗോൾഡ് ഇടുന്നതിൻ്റെ റീസൺ എന്താ, നമുക്ക് ഇത്തിരി കാണിക്കാൻ മാത്രമല്ലല്ലോ, മീൻസ് ഇത് കൊണ്ടു നടക്കാനും കൂടെ പറ്റണമല്ലോ. ഇത്രയും കട്ടി ഉണ്ടാവില്ല. കോപ്പർ മിക്സ് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ അതാ പറയുന്നത്, നമുക്ക് ഗോൾഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പ്യുവർ ഗോൾഡ് ഇത്തിരി എളുപ്പമാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഭയങ്കര ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ പൊടി അത് നോൺ മെറ്റൽ അല്ല, മെറ്റൽ തന്നെയാ. ഇപ്പൊ ഞാൻ പറഞ്ഞ സോഡിയം, സോഫ്റ്റ് മെറ്റൽസ് എന്നുണ്ട്, ഒരു ഏരിയ ഉണ്ട്. സോഫ്റ്റ് മെറ്റൽസ് ഉണ്ട്, ഹാർഡ് മെറ്റൽസ് ഉണ്ട്, പല ഏരിയസിലും ഉണ്ട് അതൊക്കെ. അയൺ ഒക്കെ ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്, അലുമിനിയം ഒക്കെ. പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള മെഗ്നീഷ്യം ഒക്കെ, മെഗ്നീഷ്യം റിബൺ നിങ്ങൾ കണ്ടതല്ലേ, അത് പുള്ളിക്കാരൻ ഭയങ്കര സോഫ്റ്റ് മെറ്റലാണ്. ഓക്കെ, അങ്ങനെയും ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡീപ്പായിട്ട് പോയിപ്പോൾ പഠിച്ചോളൂ, നിങ്ങൾ ഹയർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എത്തുമ്പോൾ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഗുഡ് ഡൗട്ട്. ഇനി നമുക്ക് യെസ്, ഇനി നമുക്ക് ആരോട് ചോദിക്കാം? കോമ്പൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് ഇട്ടേ. കോമ്പൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞു. യെസ്, ആര് പഠിച്ചു കഴിഞ്ഞില്ല? കോമ്പൗണ്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട്. യെസ് യെസ് യെസ്, എല്ലാവരും പഠിക്കണം കേട്ടോ. വെറുതെ കുറച്ച് പേര് മാത്രം റേസ് ഹാൻഡ് ഇട്ടിട്ട് കാര്യമില്ല. ഞങ്ങളപ്പോൾ റേസ് ഹാൻഡ് ഇടാത്തവരെ പഠിക്കും. അപ്പം ഞാൻ റേസ് ഹാൻഡ് ഇടുന്ന പിള്ളേർ, എന്നാ ഞാൻ റേസ് ഹാൻഡ് ഇടും. ഓക്കെ, എമി, കോമ്പൗണ്ട്സിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. Compounds are formed when different elements combine in a fixed ratio to them to form something new. യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി ആര് വിളിക്കും? ഋഗ്വേദ്. ഓക്കേടാ, ഗുഡ് ഈവനിങ്. പറഞ്ഞോ നീ കണ്ണടച്ചിട്ട്. കോമ്പോണൻസ് അല്ല, കോമ്പൗണ്ട്സ് ഇട്ടാടാ. കോമ്പൗണ്ട്. Compounds are formed when different elements combine in fixed ratio to create something entirely new. അടിപൊളിയാടാ, സൂപ്പർ. ഇനി നമുക്ക് ഒരാളോടും കൂടി ചോദിച്ചാലോ സാർ? വേദ്. യെസ്, കണ്ണടച്ചിട്ട് പറഞ്ഞോടാ. പറഞ്ഞോ. Compounds are formed when different elements are mixed in a fixed ratio. Okay, to form entirely, sorry, something entirely new. അതോടെ പറയണോ കേട്ടോ, സംതിങ് ഡിഫറെൻറ്റ്. തന്നെ. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ കോമ്പൗണ്ട്സ് എന്താന്ന്? ഇനി ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട് കോമ്പൗണ്ട്സിൽ വരുന്നത്. ഇപ്പം ഞാൻ ഹൈഡ്രജൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ക്യാരക്ടറും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോളിക്യൂൾസ് ഓഫ് വാട്ടർ രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കൊണ്ട് ഫോം ചെയ്തതാണ് ഹൈഡ്രജനും ഓക്സിജനും. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ആൻഡ് കമ്പൈൻഡ് കെമിക്കലി ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. ഓക്കെ, ഫിക്സ്ഡ് റേഷ്യോയിലാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ടു ഓക്സിജൻ ഇൻ വാട്ടർ ഹാസ് ബീൻ ഫൗണ്ട് ടു ബി 2:1. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ 2:1 കിട്ടിയെന്ന്. സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടാവുന്നത് ഇൻ എ റേഷ്യോ 2:1. അതും കൂടെ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാകുന്നു ആൻഡ് 2:1. യെസ്, കിട്ടിയോ? ഇപ്പം പറഞ്ഞതാണ്, ഇത് കിട്ടിയതല്ലേ? യെസ്. അപ്പോൾ മോളിക്യൂൾസ് ഓഫ് വാട്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്താ, ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്, അതുകൂടെ നോക്കാം. അതിന് മുന്നേ ഇത് വേഗം നോട്ട് ചെയ്തോ മക്കളെ, നോട്ട് ചെയ്തോ. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ആർക്കും? യെസ്, കോമ്പൗണ്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡൗട്ട്സ് നിൻ്റെ ഡൗട്ടല്ലേ, ഞാൻ ലാസ്റ്റ് തീർക്കാം. നീ അവിടെ ഇരിക്കുക.
ഇതൊന്നും ആയിരിക്കില്ല നിന്റെ ഡൗട്ട് എന്ന് എനിക്കറിയാം. ആവശ്യമില്ലാത്ത ഡൗട്ട്സുകൾ മാത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആൾ കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, കിട്ടിയല്ലേ ഈ കാര്യം? കിട്ടിയില്ലേ മക്കളെ? സോ അടുത്ത കാര്യം മിസ് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് എന്നാണോ പറയുന്നത്? ഒരു മിനിറ്റ് തരാം. ഓക്കെ, മോളിക്യൂൾസ് ഓഫ് വാട്ടർ കമ്പൈൻ ചെയ്യുന്നു, 2 എലമെന്റ്സ് ഉണ്ടാവുന്നു, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ആൻഡ് റേഷ്യോ 2:1. ഇത് പറയാൻ എഴുതിയെടുക്കാൻ ഇത്രയും ടൈം വേണോ? അത്രയ്ക്ക് മതി, ഇതൊക്കെ മതി. ഇനി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം. മിസ് കാണിച്ചു തരാം എല്ലാ സ്ലൈഡും. മതി, കഴിഞ്ഞു. ഓക്കെ, ഇതെന്താന്ന് ആര് പറഞ്ഞുതരും? കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മതി. കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. വെള്ളപ്പൊടി. ഓക്കെ, ആര് പറയും? അമീൻ, വീട്ടിലുള്ള എന്താണ്? ചോക്ക് പൗഡർ ആയിട്ടാണ് നിനക്ക് തോന്നിയത് അല്ലേ? അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിലുള്ള സാധനമാണ് മെയിൻ സാധനം. ഫ്ലോർ അല്ല എടാ, എല്ലാത്തിലും ഉപയോഗിക്കുന്ന സാധനം. കണ്ടുപിടിച്ച് കളഞ്ഞോ? കോമൺ സോൾട്ട് ആട്ടോ മക്കളെ. ഓക്കെ, ഇതാര് പറഞ്ഞുതരും? 2 പോലെ ഇരിക്കുന്നു. യെസ്, ആർഷിക്കിന് എന്ത് തോന്നുന്നു? മിസ് എന്തോ കൊണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും വെള്ളപ്പം. എന്താണ്? അത് നീ വേഗം കണ്ടുപിടിച്ചു. നീ അധികം ചോദിക്കുന്നില്ല. കറക്റ്റ് ആണ് പറഞ്ഞത്. ആദ്യത്തെ മിസ് കോമൺ സോൾട്ടും കൊണ്ടുവന്നു, ആൻഡ് ഷുഗറും കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ ആർ കോമൺ സോൾട്ട് ആൻഡ് ഷുഗർ എലമെന്റ്സ് ഓർ കോമ്പൗണ്ട്സ്? സോൾട്ട് ആൻഡ് ഷുഗർ മിസ് തരികയാണെങ്കിൽ അത് എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ എന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടുപിടിക്കാം. റെഡിയാണോ? യെസ്. കുറെ പേർക്ക് മൈൻഡിൽ ഐഡിയ ഉണ്ടാവും. മനസ്സിൽ വെക്കുക, നിങ്ങൾ വിചാരിക്കുക എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ മനസ്സിൽ വെക്കുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളെ ശരിയായോ തെറ്റായോ എന്ന് മിസ് ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ മതി. മനസ്സിൽ വെച്ചേക്കുക. ഷുഗർ കോമൺ സോൾട്ട് ഒക്കെ എടുത്തു വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ആദ്യം ഹായ് ചോക്ലേറ്റ് എന്ന് പറയരുത്, എന്താണെന്ന് അറിയില്ലാത്ത എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പറഞ്ഞുതരാം. ഇത് സോഡിയം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സോഡിയം മെറ്റൽ. സോഡിയം മെറ്റൽ ആട്ടോ. മിസ് നേരത്തെ പറഞ്ഞില്ലേ സോഡിയം മെറ്റൽ നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര സോഫ്റ്റ് ആണ്. മെറ്റൽ ആണെങ്കിൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഈ സോഡിയം മെറ്റൽ ആക്ച്വലി സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും? ആര് പറഞ്ഞുതരും? മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുക. വെള്ളം ടച്ച് ചെയ്യാൻ പറ്റില്ല. വെള്ളം ടച്ച് ചെയ്യാൻ എന്ത് പറ്റുമെന്ന് അറിയോ? കാണിക്കുന്നുണ്ട്. ആരാ കാണിക്കുന്നത് അവിടെ ഇരുന്ന്? കുറേ പേര് കാണിക്കുന്നുണ്ട്. അറിയാം. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം സാർ. എക്കത്തിനും അറിയാം. ഓക്കെ, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ടോ എന്ന് പൊട്ടും. ഓക്കെ, വെള്ളം ആർക്ക് പറ്റില്ല. ആർക്ക് പറ്റില്ല? നമ്മുടെ സോഡിയത്തിന് പറ്റില്ല. ഓക്കെ, കിട്ടിയാ? സോഡിയത്തിന് പറ്റില്ല. ഇത് പഠിക്കാനില്ല മിസ്, വെറുതെ എടുത്തതാണ്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഗിഫ്റ്റൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കൊണ്ട് എടുത്തുണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലായല്ലോ. അപ്പോൾ സോഡിയം എടുത്തു. ആൻഡ് ഇതെന്താണെന്നറിയോ? കുപ്പിയിൽ കുട്ടിച്ചാത്തൻ. നോ മായാവിയിലോ ടാപ്പിയൊന്നും അല്ല, നിങ്ങളുടെ മറ്റേ നീലിയൊന്നും അല്ല ഇത്. ഇതെന്താണെന്നറിയോ? അറിയാത്ത കണ്ടതിന് വെറുതെ ഗസ് ചെയ്യണ്ട. ക്ലോറിൻ ആണ്. ഓക്കെ, ക്ലോറിൻ്റെ കളർ കണ്ടിട്ട് എന്താ മനസ്സിലായേ? ആരും അറിയും? യെസ്, ക്ലോറിൻ വീട്ടിലൊക്കെ മറ്റേ ക്ലോറിൻ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. ലൈക്ക് ആര് പറഞ്ഞുതരും? ഡിസിൻഫെക്റ്റൻറ്റ്. ആർക്കും അറിയില്ല. ക്ലോറിൻ്റെ കളർ കണ്ടിട്ട് ആര് പറഞ്ഞുതരും? അത് എളുപ്പമാണല്ലോ. കളർ കണ്ട് വെറുതെ പറഞ്ഞാൽ പോരെ. ആര് വിളിക്കും സാർ? സ്റ്റീവ് എന്ത് കളറാടാ കണ്ടത്? സൂക്ഷിച്ചു നോക്കട്ടെ. അത് തന്നെ. അടിപൊളിടാ. സൂപ്പർ. ഒരു ഗ്രീനിഷ് കളറാണ് ആക്ച്വലി ക്ലോറിനുള്ളത്. നമ്മളെ മറ്റേ തുണിയിലൊക്കെ ചില തുണികളിലൊക്കെ യൂസ് ചെയ്യാറില്ലേ നിങ്ങൾ ആരെങ്കിലും? നിബടി വീട്ടിലൊക്കെ ക്ലോറിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ട് എന്തുണ്ടാവും എന്നറിയോ? സോഡിയം ആൻഡ് ക്ലോറിൻ ചേർന്നിട്ട് എന്തുണ്ടാവും എന്നറിയോ? ഓക്കെ, ആര് പറഞ്ഞു തരും? അമ്മയൊക്കെ എന്ത് തോന്നുന്നു? സോഡിയം ഉണ്ട് മിസ്സിൻ്റെ കയ്യിൽ, ക്ലോറിനും ഉണ്ട്. ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാവും. എന്ത് സാധനമാണിത്? എന്തോ. ഓക്കെ, സോഡിയം ക്ലോറൈഡ്. അടിപൊളി. സോഡിയം ക്ലോറൈഡ് എന്താ? സോഡിയം ക്ലോറൈഡ്. അടിപൊളി ആൻസർ. അത് കിട്ടി. സൂപ്പർ. ഇനി അതെന്താന്ന് ആര് പറഞ്ഞു തരും? സോഡിയം ക്ലോറൈഡ് എന്താന്ന് ആര് പറഞ്ഞു തരും? അദ്വൈത്.
സോഡിയം ക്ലോറൈഡ് എന്താടാ? Yes, madam. ആ സോഡിയം ക്ലോറൈഡ് എന്താ അറിയില്ല എനിക്ക്. Sodium chloride is solidum liquid ഇങ്ങനെ കൂടിയിട്ട് സോഡിയം ക്ലോറൈഡോ? അറിയാവുന്നവരൊന്ന് റീസെന്റ് പറയുന്ന, എനിക്ക് ആവശ്യമില്ലാത്ത ഗസ്സുകളൊന്നും വേണ്ട, നമുക്ക് അറിയാവുന്ന സോഡിയം ക്ലോറൈഡ് എന്താണെന്ന് അറിയാണ്ടാണ് കെമിസ്ട്രിയിൽ വന്നിരിക്കുന്നത്. അൻവിതയ്ക്ക് അറിയാം. സോൾട്ട് ശരിയാടാ. അറിയാത്തവർ അറിഞ്ഞു വെച്ചാൽ ഞാൻ നേരത്തെ കൊണ്ടുവന്നില്ലേ ആ കോമൺ സോൾട്ട്, നമ്മളെ വീട്ടിലുള്ള കോമൺ സോൾട്ട്, അതാണ് സോഡിയം ക്ലോറൈഡ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ ഇവിടെയും പറയുന്നത്, സോഡിയത്തിന്റെ ക്യാരക്ടർ മിസ് ഇപ്പൊ കാണിച്ചു തന്നില്ലേ. സോഡിയത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാ, ഒരു സോഫ്റ്റ് മെറ്റൽ ആണ് എന്ന് പറയില്ലേ. ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള സോഡിയം ക്ലോറിൻ എന്ന് പറയുന്നത് ഭയങ്കര ഹസാർഡസ് ആണ്. കുറച്ചു നേരം നമ്മൾ ഈ ക്ലോറിൻ മൊത്തം ഒരു മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും, ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് അധികം പറ്റില്ല. ക്ലോറിൻ കുറേ നേരം ശ്വസിക്കാൻ പറ്റാത്തൊരു, ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടറിലായാലും ക്ലോറിൻ്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ തോന്നില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിബഡി ക്ലോറിൻ കണ്ടന്റ് ചിലപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതേപോലത്തെ ഒരു സാധനമാണ് ക്ലോറിൻ. അപ്പോൾ ഈ പറഞ്ഞ സോഡിയം എന്ന് പറയുന്ന എലമെന്റും ക്ലോറിൻ എന്ന എലമെന്റും ചേർന്നിട്ട് നമ്മുടെ കോമൺ സോൾട്ട് ഉണ്ടാവും. ഈ കോമൺ സോൾട്ടിന്റെ ഈ ക്യാരക്ടറാണോ ഉള്ളത്? ഇതേപോലെ സോഫ്റ്റ് മെറ്റൽ ആണോ കോമൺ സോൾട്ട്, അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണോ, അല്ലെങ്കിൽ എലമെന്റ് ആണോ കോമൺ സോൾട്ട്? അല്ല, ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ പറയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ചേർന്നിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ടിന് അവരുടെ ക്യാരക്ടർ ആവണം എന്നില്ല. ഓക്കെ, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പറഞ്ഞ പോലെ തന്നെയാണ് സോഡിയം ഒരു സോഫ്റ്റ് മെറ്റൽ ആണ്, ക്ലോറിൻ ഒരു ഹസാർഡസ് ഗ്യാസ് ആണ്. കമ്പൈൻ ചെയ്തിട്ട് ഹാംലെസ് ആയിട്ടുള്ള ടേസ്റ്റ് എൻഹാൻസിങ്ങിനായിട്ടുള്ള നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, അതായത് കോമൺ സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സബ്സ്റ്റൻസ് കോമൺ സോൾട്ടിനും കൂടെ ആഡ് ചെയ്തു കേട്ടോ. കോമൺ സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ദിസ് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് സോഡിയം ക്ലോറൈഡ്, അല്ലേ? സോഡിയം ക്ലോറൈഡ് വേറെ ഒന്നുമില്ല, ഒരു ടേസ്റ്റ് എൻഹാൻസിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു, അതിനെ നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. ആൻഡ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന റേഷ്യോയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. 1:1. നമ്മൾ H2O പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് 1:1 ആണ് റേഷ്യോ. അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl എന്നാണ് നമ്മൾ കെമിക്കലി പറയുക. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതെന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പഠിച്ചാലും മതി, അല്ലെങ്കിൽ എന്തുകൊണ്ട് 1:1 എന്ന് കിട്ടിയെന്ന് പറഞ്ഞ് വെറുതെ മിസ് പറഞ്ഞു പോയെന്ന് വിചാരിക്കേണ്ട. സോ NaCl എന്നാണ് ശരിക്കും അതിനെ കെമിക്കലി പറയുക. H2O എന്നൊക്കെ പറഞ്ഞില്ലേ, H2O എന്ന് പറഞ്ഞില്ലേ, അതേപോലെ NaCl എന്ന് പറയും. Na ഒരെണ്ണവുമുണ്ട്, ക്ലോറിനും ഒരെണ്ണമുണ്ട്, ഒരു സോഡിയം ഒരു ക്ലോറിൻ. ഓക്കെ, നേരത്തെ നമ്മൾ H2O പറഞ്ഞില്ലേ, H2O പറഞ്ഞപ്പോൾ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ അല്ലേ? ഇവിടെ നമ്മൾ ഒരു Na ഒരു Cl. സോഡിയം എന്ന് പറയുമ്പോൾ ഒന്നും അല്ല കേട്ടോ, സോഡിയത്തിന് Na എന്നാ പറയാം. ഓക്കെ, സോഡിയത്തിന് Na എന്നാ പറയാം. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നു, സോഡിയം Na എന്നാണ് എലമെന്റ്. ശരിക്കും മറ്റേ ലാറ്റിൻ നെയിമാണ്, നേട്രിയം. ഓക്കെ, അത് വേണ്ട, വിട്ടുകളാം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കണ്ട. ഓക്കെ, NaCl 1:1 റേഷ്യോ എന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ H2Oയുടെ റേഷ്യോ നമുക്ക് പഠിക്കാനുണ്ട് 2:1, NaClന്റെ റേഷ്യോ നമുക്ക് പഠിക്കാനുണ്ട് 1:1. ഓക്കെ, ഇത്രയും കാര്യം കിട്ടിയോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ മിസ് വിളിച്ച് നിർത്തും. ആര് പറഞ്ഞു തരും? സയൻസ്. യെസ്. ഓക്കേടാ, എന്താ മിസ് പറഞ്ഞത് ലാസ്റ്റ്? ഇപ്പൊ സോഡിയത്തിന്റെ കേസ് പറഞ്ഞു. സോഡിയം ഒരു സബ്സ്റ്റൻസ് ആണ്. സോഡിയം ഒരു സബ്സ്റ്റൻസ് ആണ്. സോഡിയത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാന്നാ പറഞ്ഞത്? ഓക്കെ, അത് മാത്രമാണ് നീ കണ്ടത്. സോഫ്റ്റ് മെറ്റൽ ആ പേരാണ്ട വേണ്ടത്. ഞാനതൊരു ഒരു ഫണ്ണി ആയിട്ടൊരു ഞാൻ സ്വന്തമായിട്ട് കൈ നിട്ടതാണ്, അന്നൊക്കെ പഠിക്കാനില്ല, ഞാൻ അത് മാത്രമാണ് പഠിച്ച്. ഓക്കെ, സോഫ്റ്റ് മെറ്റൽ അതാണ് വേണ്ടത്. ഓക്കെ, സോഫ്റ്റ് മെറ്റലാണ്. ശരി, ക്ലോറിനോ? ക്ലോറിൻ ഒരു കമ്പൈനോ ക്ലോറിനോ? ഒരു ഒരു പോയിസണസ് പോലത്തെ ഗ്യാസ് ആണ്, അത് ആലോചിച്ചാൽ മതി നീ. ഓക്കെ, എന്നിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആരുണ്ടാവും? യെസ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? കോമൺ സോൾട്ട് ഇട്ടോ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സോഡിയം ക്ലോറൈഡ് ഈസ് നോൺ ആസ് കോമൺ സോൾട്ട് എന്നും കൂടെ എഴുതി വെച്ചോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു കളയും നിങ്ങളൊക്കെ.
ഓക്കെ, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ കോമൺ സോൾട്ട് ആണ് കേട്ടോ. ടേസ്റ്റ് എൻഹാൻസിങ് സബ്സ്റ്റൻസ് എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ കോമൺ സോൾട്ട് എന്ന് ആലോചിച്ചു. ഓക്കെ, ഐഡിയ കിട്ടിയോ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ, അപ്പം ഇന്ന് മിസ് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം മിസ് കുറച്ച് കാര്യങ്ങൾ എലമെന്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് മിസ് പറഞ്ഞു. വാട്ടർ കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് തെളിയിക്കാൻ എക്സ്പെരിമെന്റ് പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ഓർക്കണം. നമ്മുടെ ടെസ്റ്റ് ട്യൂബും വാട്ടറും ആൻഡ് ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തിട്ട് ആ എക്സ്പെരിമെന്റിന്റെ 8.3 അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ആൻഡ് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാറ്ററി ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഒരു സൈഡിൽ ഹൈഡ്രജൻ ഉണ്ടാവും, ഒരു സൈഡിൽ ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജനേക്കാളും കൂടുതലായിരിക്കും ഹൈഡ്രജൻ ഫോം ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും വരാം. സോ എന്നിട്ട് എന്ത് പറയും, വാട്ടർ എന്ന് പറയുന്നത് ഗിവ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, അതും നമുക്ക് കിട്ടി. ആൻഡ് ഹൈഡ്രജൻ എങ്ങനെ കത്തുന്ന പറഞ്ഞത്, പോപ്പ് ചെയ്ത് കത്തുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് എങ്ങനെ കത്തുന്ന മിസ് പറഞ്ഞത്, എങ്ങനെ കത്തുന്ന മിസ് പറഞ്ഞത്, എങ്ങനെ പറ്റുന്ന പറഞ്ഞത്, കത്താൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവും. വാട്ടറിന്റെ ക്യാരക്ടർ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് ആണ്, വാട്ടർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണ്. ഈ എലമെന്റ് ആയാലും കോമ്പൗണ്ട് ആയാലും രണ്ടുപേരും പ്യുവർ സബ്സ്റ്റൻസസ് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യം കിട്ടി. വാട്ടർ മിക്സ്ചർ അല്ല എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പം മിസ് ലാസ്റ്റ് മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഷുഗറും സോൾട്ടും മിക്സ് എന്താണെന്ന് ചോദിച്ചത് ഞാൻ, കോമ്പൗണ്ട് ആണോ മിക്സ്ചർ ആണോ എന്നല്ലേ ചോദിച്ചത്. പ്യുവർ സബ്സ്റ്റൻസ് ആണോ കോമ്പൗണ്ട് ആണോ ചോദിച്ചത്. പ്യുവർ സബ്സ്റ്റൻസ് ആണോ കോമ്പൗണ്ട് ആണോ? കോമ്പൗണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചോ എത്ര പേരുണ്ടായി കോമ്പൗണ്ട് ആണെന്ന്? യെസ്, എലമെന്റ് അല്ല കോമ്പൗണ്ട് ആണെന്ന്. ഇല്ല, ആരും ഇല്ല, ആർക്കും കിട്ടിയില്ലേ? എലമെന്റ് ആണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറെ പേരുണ്ടായി. അപ്പൊ കോമ്പൗണ്ട് ആണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരം കോമ്പൗണ്ട് ആണ് കേട്ടോ, കോമ്പൗണ്ട് ആണ്. അപ്പൊ ആ ഉത്തരം മനസ്സിൽ വിചാരിച്ചോട്ടെ. ശരിയായിരിക്കുന്നു. നന്ദപാലൊക്കെ തുള്ളുക. ഒരു കുഞ്ഞാൻസർ ശരിയായതിന് ഇത്രയും ആൻസർ. അന്നാ എൻ്റെ എക്സാമിന് ഫുൾ മാർക്ക് മേടിച്ചാവുള്ള ഡാൻസ് നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണായിരുന്നു. ഓക്കെ, സൂപ്പർ. അപ്പൊ ഇനി എക്സാം ആയിരിക്കും കേട്ടോ മക്കളെ, എക്സാം ആണ്.